ഹലോ, ഷെന പുത്തൻകോട്ട് ഹിയർ. നമ്മുടെ റിസർച്ചിൻ്റെ മാരത്തോൺ സീരീസാണിത്. അപ്പോൾ നമ്മൾ റിസർച്ചിലെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന എല്ലാ ഏരിയയും ഈ ഒരൊറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ ആദ്യം റിസർച്ചിൻ്റെ 3 ആറുകളാണ് നോക്കാൻ പോകുന്നത്. 3 hours ഓഫ് റിസർച്ച്. അപ്പോൾ റിസർച്ചിന് ഈ 3 ആറുകൾ ഉണ്ടായിരിക്കണം എന്നാണ് പറയാം. ഫസ്റ്റ് വൺ ഈസ് റിപ്പീറ്റബിലിറ്റി. നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം റിസർച്ച്. അതായത് സെയിം ടീം സെയിം എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് ആയിരിക്കണം കിട്ടേണ്ടത്. അതായത് റിപ്പീറ്റബിൾ ആയിരിക്കണം. അപ്പോൾ ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തു, ആ എക്സ്പെരിമെൻറ്റ് ഞാൻ തന്നെ വീണ്ടും ചെയ്യുമ്പോൾ എനിക്ക് സെയിം റിസൾട്ട് കിട്ടണം. സോ ദാറ്റ് ഈസ് റിപ്പീറ്റബിൾ. അടുത്ത 6 റീപ്രൊഡ്യൂസിബിൾ. ഇനി ഒരു ഡിഫറെൻറ്റ് ടീം ഡിഫറെൻ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ ചെയ്ത റിസർച്ചിൻ്റെ തന്നെ ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോം വേറൊരു ടീം ചെയ്യുമ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടണം. അതാണ് റീപ്രൊഡ്യൂസിബിൾ. നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് ഇപ്പോൾ ഞാൻ ചെയ്തത് വേറൊരാൾ വേറൊരു രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കണം റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോഴാണ് എൻ്റെ റിസർച്ച് വാലിഡ് ആവുന്നത്. അതായത് ഞാൻ ചെയ്ത സംഭവം നോക്കിയിട്ട് അവർക്ക് വേറൊരെണ്ണം അതുപോലെ വേറൊരു രീതിയിൽ ചെയ്യുമ്പം അവർക്ക് റിസൾട്ട് കിട്ടണം. ഓക്കെ, അതാണ് റീപ്രൊഡ്യൂസിബിൾ. ഇനി റെപ്ലിക്കബിൾ എന്ന് പറയുന്നത് ഞാൻ ചെയ്ത സെയിം എക്സ്പെരിമെൻറ്റ് വേറൊരാൾ ചെയ്യുമ്പോഴും അതേ റിസൾട്ട് ആയിരിക്കണം. ഇപ്പം ഞാൻ ചെയ്തത് ഞാൻ തന്നെ ചെയ്യുമ്പോൾ എനിക്ക് സെയിം റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ റിപ്പീറ്റബിൾ. ഞാൻ ചെയ്തത് വേറൊരാൾ ചെയ്യുമ്പോൾ അതേ റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് റെപ്ലിക്കബിൾ. ഇനി വേറൊരു ടീം വേറൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇതിനെ ആസ്പദമാക്കിയിട്ട് വേറൊരു ടീം വേറൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടണം. സോ ദാറ്റ് ഈസ് റീപ്രൊഡ്യൂസിബിൾ. അപ്പോൾ എൻ്റെ റിസർച്ച് എപ്പോഴും റീപ്രൊഡ്യൂസിബിളും ആയിരിക്കണം. അതായത് വേറൊരു രീതിയിൽ അത് ചെയ്യാൻ പറ്റണം, വേറൊരു രീതിയിൽ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസർച്ചിന് ഈ 3 ആറുകൾ ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി റിപ്പീറ്റബിൾ, റീപ്രൊഡ്യൂസിബിൾ ആൻഡ് റെപ്ലിക്കബിൾ. അപ്പോൾ ഇതാണ് 3 R's ഇൻ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് റിസർച്ച് വൊക്കാബുലറിയാണ് നോക്കാൻ പോകുന്നത്. അതായത് റിസർച്ചിൽ നമ്മൾ മെയിനായിട്ട് കാണുന്ന കുറച്ച് വേർഡുകളാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാക്കുകളാണ് റിസർച്ചുമായി ബന്ധപ്പെട്ട്. എന്നാലാണ് നമുക്കിനി റിസർച്ചിൻ്റെ മറ്റ് ഏരിയകൾ പഠിക്കുന്ന സമയത്ത് എളുപ്പമായിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ റിസർച്ച് ഗ്യാപ്പാണ്. റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുന്നത് എൻ്റെ റിസർച്ചും ഇനി ഞാൻ ചെയ്ത റിസർച്ചിന് ശേഷം വേറൊരാൾ റിസർച്ച് ചെയ്യുമ്പം അതിനിടയ്ക്ക് കാണുന്ന ഗ്യാപ്പാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ റിസർച്ച് കഴിയുമ്പോഴും നമ്മുടെ ഇപ്പം ഞാൻ ചെയ്ത റിസർച്ചിൻ്റെ ബാലൻസ് ആയിട്ട് വേറൊരാൾ ഈ സെയിം റിസർച്ച് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ അതിനിടയ്ക്ക് ഉണ്ടാവുന്ന ഗ്യാപ്പിനെയാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ ഇങ്ങനൊരു കാര്യം കണ്ടുപിടിച്ചു, ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ ഇതേ കാര്യത്തിൽ തന്നെ പല പല പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവും. അപ്പം ആ 2 കണ്ടുപിടുത്തത്തിനിടയിൽ ഉണ്ടാവുന്ന ഗ്യാപ്പിനെയാണ് റിസർച്ച് ഗ്യാപ്പ് എന്ന് പറയാം. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ റിസർച്ച് ആൻഡ് അതേഴ്സ്. ഇനി സെൻസസ്. നമ്മൾ പൊതുവെ സെൻസസ് എടുക്കുക എന്ന് പറയുമ്പോൾ മുഴുവൻ പോപ്പുലേഷനെയും ടെസ്റ്റ് ചെയ്യുകയാണല്ലോ, അത് തന്നെയാണ്. അതായത് ഇവിടെ പോപ്പുലേഷൻ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായാലാണ് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടുള്ളൂ. പോപ്പുലേഷനും സാമ്പിളും. ഓക്കെ, പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കേരളത്തിലെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളെ പറ്റിയിട്ടൊരു പഠനം നടത്തുവാണ്. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ തൊഴിൽ രഹിതരായിട്ടുള്ള എല്ലാവരും എന്നെ സംബന്ധിച്ച് പോപ്പുലേഷനാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഒത്തിരി തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് മുഴുവൻ ആളുകളെയും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പോപ്പുലേഷനിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാമ്പിളുകൾ എടുക്കും. അതാണ് പോപ്പുലേഷൻ സാമ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് ഇപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കലത്തിലുള്ള മുഴുവൻ ചോറ് നമ്മൾ പോപ്പുലേഷനായിട്ട് എടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ചോറ് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കലത്തിലുള്ള മുഴുവൻ ചോറ് നമ്മൾ പിടിച്ചു നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഒരു വറ്റ് പിടിച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്തോ എന്ന് മനസ്സിലാവും. അതുപോലെ മുഴുവൻ പോപ്പുലേഷന് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാമ്പിളുകളെ ആയിരിക്കും നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുക. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ എടുക്കുന്നത്, സാമ്പിൾ എടുക്കുന്നത്, അതിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയാം. ഓക്കെ, ആ ബിഗർ പോർഷനെയാണ് പോപ്പുലേഷൻ എന്ന് പറയാം. ആ പോപ്പുലേഷനിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള കുറച്ച് യൂണിറ്റുകളെ ഞാൻ സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്തതിനെയാണ് ഞാൻ സാമ്പിൾ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെൻസസ് എന്ന് പറയുന്നത് ഞാൻ മുഴുവൻ പോപ്പുലേഷനെയും ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സെൻസസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ പോപ്പുലേഷൻ ചെറുതാണെങ്കിലാണ് എനിക്കിത് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ പോപ്പുലേഷൻ വളരെ വലുതാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക, എനിക്ക് ആവശ്യമുള്ള അത്രയും ആളുകൾ എടുത്തിട്ട് ഞാൻ സാമ്പിൾ എടുക്കും അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ പോപ്പുലേഷൻ ചെറുതാണെങ്കിൽ എനിക്ക് ആ മുഴുവൻ പോപ്പുലേഷനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മുഴുവൻ പോപ്പുലേഷനെയും ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻസസ് എന്ന് പറയാം. ഓക്കെ,
ഇനി അടുത്തത് സാമ്പിളിംഗ് ഫ്രെയിമാണ്. സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ്റെ ലിസ്റ്റ്, ഓക്കെ, ലിസ്റ്റല്ല ലിസ്റ്റാണ്. പോപ്പുലേഷൻ്റെ ലിസ്റ്റിനെയാണ്, അതായത് ആ പോപ്പുലേഷൻ എത്ര, ഇപ്പോൾ 100 ആളുകളുണ്ടെങ്കിൽ ആ 100 ആളുകളുടെ ലിസ്റ്റിനെയാണ് സാമ്പിളിംഗ് ഫ്രെയിം എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് സാമ്പിളിംഗ് എക്സ്റ്റെൻറ്റ്, ജോഗ്രഫിക്കൽ ലിമിറ്റ്സ് ഫ്രം വിച്ച് ദി സാമ്പിൾ ഈസ് ഡ്രോൺ. അതായത് ഇപ്പോൾ ഞാൻ കേരളത്തിലെ തൊഴിൽ രഹിതരെ പറ്റിയിട്ടാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സാമ്പിളിംഗ് എക്സ്റ്റെൻറ്റ് എന്തായിരിക്കും? കേരളത്തിൻ്റെ ബോർഡർ ആയിരിക്കും. സോ ആ ഒരു ജോഗ്രഫിക്കൽ ലിമിറ്റിനെയാണ് ഞാൻ സാമ്പിളിംഗ് എക്സ്റ്റെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി സാമ്പിളിംഗ് പീരീഡ് എന്ന് പറയുന്നത് എത്ര കാലയളവിലേക്കാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്, അതാണ് സാമ്പിളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആ ടൈം ലിമിറ്റാണ് സാമ്പിളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി സാമ്പിളിംഗ് ടെക്നീക്ക് എന്ന് പറയുന്നത് ഞാൻ സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ്. എനിക്ക് പല രീതിയിൽ സാമ്പിളിനെ സെലക്ട് ചെയ്യാം. എൻ്റെ പോപ്പുലേഷനിൽ നിന്ന് ഞാൻ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. അത് ഇനി സാമ്പിളിംഗ് ടെക്നീക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതായത് എനിക്ക് വേണമെങ്കിൽ ലോട്ട് ഇട്ടെടുക്കാം, വലിയ പോപ്പുലേഷനാണ്, അതിൽ നിന്ന് എനിക്ക് റാൻഡംലി ഒരു 10 പേര് വേണമെങ്കിൽ എനിക്ക് ലോട്ട് ഇട്ടെടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള 10 പേരെ എടുക്കാം. അപ്പോൾ അതൊക്കെ പല മെത്തേഡുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ മെത്തേഡിനെയാണ് നമ്മൾ സാമ്പിളിംഗ് ടെക്നീക്ക് എന്ന് പറയുക. അതായത് നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്, ആ സെലക്ട് ചെയ്യുന്ന മെത്തേഡിനെയാണ് സാമ്പിളിംഗ് ടെക്നീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാമ്പിളിംഗ് സൈസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഡ്രോൺ ആസ് സാമ്പിൾ. എത്ര സാമ്പിളിനെയാണോ ഞാൻ എടുത്തിരിക്കുന്നത് അത്രയും ആ എണ്ണത്തിനെയാണ് സാമ്പിളിംഗ് സൈസ് എന്ന് പറയുക. അപ്പോൾ എൻ്റെ പോപ്പുലേഷൻ 1000 ആണ്, ഞാൻ 100 സാമ്പിളുകളെയാണ് എടുത്തതെങ്കിൽ എൻ്റെ സാമ്പിളിംഗ് സൈസ് എന്തായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, പോപ്പുലേഷൻ 1000, ഞാൻ ആ 1000-ൽ നിന്ന് 100 പേരെ എടുത്തു സാമ്പിളായിട്ട്, അപ്പോൾ എൻ്റെ സാമ്പിളിംഗ് സൈസ് 100 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സാമ്പിളിംഗ് യൂണിറ്റ് ആണ്. ഇതിനകത്ത് ഞാൻ ഓരോന്നും എടുത്തതിനെയാണ് ഞാൻ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറയുക. അപ്പോൾ ഞാൻ ആ 100 സാമ്പിളുകൾ എടുത്തു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിനകത്ത് ഓരോ യൂണിറ്റിനെയും ഞാൻ സാമ്പിളിംഗ് യൂണിറ്റ് എന്നാണ് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സും പാരാമീറ്ററും ആണ്. രണ്ടും നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കേണ്ട 2 കോൺസെപ്റ്റുകളാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മീൻ വാല്യൂ ഓഫ് സാമ്പിളാണ്. എൻ്റെ സാമ്പിളിൻ്റെ മീൻ വാല്യൂ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ സാമ്പിൾ എന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലേ. അപ്പോൾ ഞാൻ 100 സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പറിൻ്റെ രൂപത്തിലാണ് എങ്കിലാണ് നമുക്ക് ഈ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മീൻ എന്ന് പറയുന്നത് ആവറേജ് തന്നെയാണ്. അതായത് ഞാൻ 100 പേരുടെ മാർക്ക് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ സാമ്പിളിൻ്റെ മീൻ വാല്യൂ എന്തായിരിക്കും? ആ 100 പേരുടെ മാർക്ക് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 100, ആ നമ്പർ ആയിരിക്കും എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സാമ്പിളിൻ്റെ മീനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിളിനെ ഫുൾ ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര സാമ്പിൾ എടുത്തിട്ടുണ്ടോ, നമ്മൾ ആവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നോ അതുപോലെ തന്നെ. സോ ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ പോപ്പുലേഷൻ്റെ മീൻ വാല്യൂ ആണ്. അതായത് നമ്മൾ പോപ്പുലേഷനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മീൻ വാല്യൂ ആണ് പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ നമ്മൾ 1000 ആണ് പോപ്പുലേഷൻ എടുത്തതെങ്കിൽ ആ 1000 ഇപ്പോൾ 1000 ആളുകളുടെ മാത്സിൻ്റെ മാർക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ 1000 ആളുകളുടെ മാത്സിൻ്റെ മാർക്ക് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സും പാരാമീറ്ററും രണ്ടും മീൻ വാല്യൂ തന്നെയാണ്. സാമ്പിളിൻ്റെ മീൻ വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്, പോപ്പുലേഷൻ്റെ മീൻ വാല്യൂ ആണെങ്കിൽ ദാറ്റ് ഈസ് പാരാമീറ്റർ. അത്രയാണ് ഡിഫറൻസ് വരുന്നത്. ഇനി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓർ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പും നോൺ ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പ് അഥവാ കൺട്രോൾ ഗ്രൂപ്പ്. അതായത് നമ്മളിപ്പോൾ ഒരു റിസർച്ച് ചെയ്യുമ്പം പ്രത്യേകിച്ച് നമ്മളൊരു എക്സ്പെരിമെൻ്റൽ റിസർച്ചാണ് ചെയ്യുന്നതെങ്കിലാണ് ഈ ഒരു ഐഡിയ വരുന്നത്. ഓക്കെ, ഇപ്പം ഞാനൊരു മെഡിസിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്നതിനെ പറ്റിയിട്ടൊരു പഠനം നടത്തുവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കുറച്ച് പേർക്ക് മെഡിസിൻ കൊടുക്കും, കുറച്ച് പേർക്ക് മെഡിസിൻ കൊടുക്കില്ല അല്ലേ. എന്നിട്ടാണല്ലോ ഞാനത് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഡിസിൻ്റെ ഇഫക്റ്റിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് പേർക്ക് മെഡിസിൻ കൊടുക്കും, കുറച്ച് പേർക്ക് മെഡിസിൻ കൊടുക്കില്ല. എന്നിട്ടായിരിക്കും ഞാൻ കമ്പയർ ചെയ്യുന്നത്. കണ്ടോ, മെഡിസിൻ കൊടുത്തവർക്ക് റിസൾട്ട് ഉണ്ട്, ആ മെഡിസിൻ കഴിക്കാത്തവർക്ക് റിസൾട്ട് ഇല്ല എന്ന് ഞാൻ പറയും അല്ലേ. അപ്പോൾ ആർക്കാണോ ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ മെഡിസിൻ്റെ കേസ് ആയതുകൊണ്ട് ഞാൻ ആർക്കാണോ മെഡിസിൻ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ഗ്രൂപ്പിനെയാണ് ട്രീറ്റ്മെൻറ്റ് ഗ്രൂപ്പ് അഥവാ എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്ത ഗ്രൂപ്പിനെയാണ് നോൺ ട്രീറ്റ്മെൻറ്റ് അഥവാ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ റിസർച്ച് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് റിസർച്ച് വൊക്കാബുലറി. അപ്പോൾ ഇത് നമുക്ക് ബേസിക് ആയിട്ട് റിസർച്ചിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡ്സ് ആണ്. ഇതറിഞ്ഞാലാണ് നമുക്ക് റിസർച്ചിലെ മറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ.
അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ആണ്. റിസർച്ചിൻ്റെ സ്റ്റെപ്പുകളാണ്. റിസർച്ചിന് മൊത്തത്തിൽ 9 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ റിസർച്ചിലെ സ്റ്റെപ്പുകൾ എന്താണെന്നൊന്ന് ഓടിച്ച് കാണാം. എന്നിട്ട് നമ്മളിത് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു റിസർച്ചിൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രശ്നം എന്നുള്ളതല്ല, നമ്മൾ റിസർച്ച് ടോപ്പിക്കിനെയാണ് ഇവിടെ പ്രോബ്ലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഒരു റിസർച്ച് ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ റിസർച്ചിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഏത് ടോപ്പിക്കിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് ആ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കുകൾ നമ്മൾ കളക്ട് ചെയ്ത് അതിനെ പറ്റിയിട്ട് നമ്മൾ കുറേ അധികം റീഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. മാക്സിമം നമ്മൾ ആ സെലക്ട് ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ മുന്നേ വന്നിട്ടുള്ള റിസർച്ച് പേപ്പറുകളോ ആർട്ടിക്കിളോ എന്ത് തന്നെയാവാം, ഇതെല്ലാം റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ വരും. സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസർച്ച് ക്വസ്റ്റ്യൻ ആൻഡ് റിസർച്ച് ഒബ്ജക്റ്റീവാണ്. ഇനിയാണ് നമ്മൾ റിസർച്ച് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ആദ്യം ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് ഒരു ലാർജർ ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ ആ ലാർജർ ആയിട്ടുള്ള ഏരിയ വെച്ചിട്ട് ഞാൻ കുറേ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ ക്രിസ്പായിട്ടുള്ള ഒരു റിസർച്ച് ഒബ്ജക്റ്റീവിലേക്ക് എനിക്ക് എത്താൻ പറ്റും. അതായത് ആ റിസർച്ച് ടോപ്പിക്ക് സ്പെസിഫിക് ആയിട്ട് സെലക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ റിസർച്ച് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു റിസർച്ച് ഒബ്ജക്റ്റീവിലേക്ക് എത്തി. അതായത് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന റിസർച്ച് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ റിസർച്ചിലേക്ക് എനിക്ക് വേരിയബിളുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഹൈപ്പോത്തിസിസ്, എന്താണ് വേരിയബിൾ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് പറയാം. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കൊരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുമ്പോൾ എൻ്റെ കയ്യിൽ അതിനുള്ള പ്രൂഫില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിസർച്ചിൽ ഞാൻ ഇതിന് വേണ്ട ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഐ എം ഗോയിങ് ടു പ്രൂവ് ദിസ്. അതായത് ഈ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഞാൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കും റിസർച്ചിലുടനീളം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പ്രൂഫ് ഇല്ലാത്ത ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പോത്തിസിസ് ഞാൻ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേരിയബിളുകൾ വേണം. ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ഒരു ഹൈപ്പോത്തിസിസിൽ പറയുകയാണെങ്കിൽ സ്മോക്കിങ്ങും ക്യാൻസറുമാണ് 2 വേരിയബിൾ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത്. അപ്പോൾ സ്മോക്കിംഗ് കൂടുമ്പോൾ ക്യാൻസർ കൂടും എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഞാൻ വേരിയബിളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യും. ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ എനിക്കിതിന് പ്രൂഫൊന്നുമില്ല. ഞാൻ തൽക്കാലത്തേക്ക് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ചിലപ്പം തെറ്റാം, ചിലപ്പോൾ ശരിയാവാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എന്താണ് ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും. ആ സ്റ്റേറ്റ്മെൻറ്റിൽ 2 വേർഡ്സ് ഉണ്ടായിരിക്കണം. അതിനെയാണ് ആ വേരിയബിൾ എന്ന് പറയുന്നത്. വേരിയബിളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം 2 വേർഡ്സ് എന്ന് ആലോചിക്കുക. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ഇവിടെ സ്മോക്കിങ്ങും ക്യാൻസറും ആണ് വേരിയബിൾസ്. അപ്പോൾ ഈ 2 വേരിയബിളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞാനൊരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യും. എൻ്റെ ഇവിടുത്തെ ഹൈപ്പോത്തിസിസ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നാണ്. ഇനി ഞാൻ ഈ റിസർച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റെപ്പാണ് റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. ഞാനിത് ഏത് രീതിയിലാണ് ഞാനിത് റിസർച്ച് ചെയ്യാൻ പോകുന്നത്, ആ ഒരു സംഭവമാണ് റിസർച്ച് ഡിസൈൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പാണ് ക്യാരി ഔട്ട് സാമ്പിളിങ്. ഇനി എനിക്കിത് പ്രൂവ് ചെയ്യാൻ സാമ്പിളുകൾ വേണം. അപ്പോൾ ഞാൻ ഏത് രീതിയിലായിരിക്കും സാമ്പിള് എടുക്കുന്നത്? ചിലപ്പോൾ ലോട്ടിട്ട് എടുക്കുമായിരിക്കും, ചിലപ്പോൾ എൻ്റെ സൗകര്യത്തിനനുസരിച്ചായിരിക്കും ഞാൻ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. ആ ഒരു സ്റ്റെപ്പാണ് ക്യാരി ഔട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഐഡിയ ഉണ്ടാക്കുന്നതാണ് ക്യാരി ഔട്ട് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ സാമ്പിൾ ഇന്ന രീതിയിൽ ഞാൻ സാമ്പിൾ എടുക്കുകയാണെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എനിക്ക് വേണ്ട ഡേറ്റ കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്, ഡേറ്റ കളക്ഷൻ. ഇനി ആ കളക്ട് ചെയ്ത ഡേറ്റേനെ ഞാൻ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. ആ ഡേറ്റ കളക്ട് ചെയ്തത് അനലൈസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യും. അതായത് ഈ ഡേറ്റ വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഹൈപ്പോത്തിസിസ് ശരിയാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈതർ എൻ്റെ ഹൈപ്പോത്തിസിസ് ശരിയായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഞാൻ എൻ്റെ തീസിസ് എഴുതും, അതായത് റിസർച്ച് റിപ്പോർട്ട് എഴുതും. സോ ദാറ്റ് ഈസ് ദി ഫൈനൽ സ്റ്റെപ്പ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് നമുക്ക് റിസർച്ചിന് ഉള്ളത്. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിഫൈനിങ് ദി പ്രോബ്ലം, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ,
research questions and research objectives, identify variables and formulate hypothesis, prepare research design, carry out sampling, data collection, data analysis and hypothesis testing, thesis writing. ഇത്രയാണ് റിസർച്ചിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിഫൈനിങ് പ്രോബ്ലത്തിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കേണ്ടതില്ല, അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും എന്താണെന്ന് പറയേണ്ടതില്ല, കാരണം മാക്സിമം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ടതില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിസർച്ച് ഒബ്ജക്റ്റീവാണ്. അതായത് നമ്മുടെ റിസർച്ച് ഒബ്ജക്റ്റീവ് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ റിസർച്ച് ഒബ്ജക്റ്റീവ് സ്മാർട്ട് ആയിരിക്കണം എന്നാണ് പറയുക. സ്മാർട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കാണുന്ന പോലെ സ്മാർട്ട് ആയിരിക്കണം, ദാറ്റ് ഈസ് സ്പെസിഫിക് ആയിരിക്കണം, മെഷറബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം ബൗണ്ട് ആയിരിക്കണം. സ്മാർട്ട്. അതായത് എൻ്റെ റിസർച്ച് ഒബ്ജക്റ്റീവ് സ്പെസിഫിക് ആയിരിക്കണം, അതായത് വെറുതെ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ഏരിയ കവർ ചെയ്ത് പോകുന്നത് ആവരുത്, സ്പെസിഫിക് ആയിരിക്കണം. പിന്നെന്താണ്? മെഷറബിൾ ആയിരിക്കണം, എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആ റിസർച്ച് പോസിബിൾ അല്ലല്ലോ. സോ അതെന്തായിരിക്കണം? മെഷറബിൾ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അറ്റൈനബിൾ, എനിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരിക്കണം, അല്ലേ? അല്ലാതെ അറ്റൈൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിസർച്ച് ചെയ്യാൻ പറ്റില്ല. സോ അറ്റൈനബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ എൻ്റെ റിസർച്ച് ഒബ്ജക്റ്റീവ് എപ്പോഴും എന്തായിരിക്കണം? റിയലിസ്റ്റിക് ആയിരിക്കണം. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ എൻ്റെ റിസർച്ച് ഒബ്ജക്റ്റീവ് റിയലിസ്റ്റിക് ആയിരിക്കണം. അതുപോലെ തന്നെ ടൈം ബൗണ്ടും ആയിരിക്കണം, അതായത് ഒരു സമയപരിധിക്കുള്ളിൽ എനിക്ക് തീർക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണത് ചെയ്ത് തീർക്കാൻ പറ്റുക, അല്ലേ? അപ്പോൾ ഒരു ടൈം ബൗണ്ട് ആയിരിക്കണം, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് ആയിരിക്കണം എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കുക. സോ ദാറ്റ് ഈസ് റിസർച്ച് ഒബ്ജക്റ്റീവ് നമ്മൾ സ്മാർട്ട് ആയിരിക്കണം എന്നാണ് പറയുക. സ്പെസിഫിക്, മെഷറബിൾ, അറ്റൈനബിൾ, റിയലിസ്റ്റിക് ആൻഡ് ടൈം ബൗണ്ട്. അടുത്തത് നമ്മൾ ഇനി ഐഡൻറ്റിഫൈ വേരിയബിൾ ആൻഡ് ഫോർമുലേറ്റ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റെപ്പിൻ്റെ ഇലാബറേഷനാണ്. അവിടെ നമ്മൾ വേരിയബിൾ എന്താണെന്ന് കണ്ടു, അല്ലേ? സോ വേരിയബിളിൻ്റെ ടൈപ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഇനി വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വേരിയബിൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ മാത്സിൽ കണ്ടിട്ടുണ്ടാവും. സോ വാട്ട് ഈസ് വേരിയബിൾ? വേരിയബിൾ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നതാണ്, അതായത് അതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള സംഭവമല്ല, ഇറ്റ് ക്യാൻ വേരി, അതായത് ചേഞ്ച് ചെയ്യുന്നതാണ്. അതായത് അതിനകത്ത് ഒന്നിൽ കൂടുതൽ വാല്യൂ ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏജ് എന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല, ഏജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ജെൻഡർ, അതും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഫിക്സ്ഡ് അല്ല. അപ്പോൾ ഫിക്സ്ഡ് അല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ വെച്ചിട്ടാണ് നമുക്ക് എപ്പോഴും റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ, കാരണം ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പിന്നെ നമ്മളത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ വേരി ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടായിരിക്കും നമ്മൾ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്, അതായത് വേരി ചെയ്യുന്നത്. ഇപ്പോൾ ഏജോ, ജെൻഡറോ, ഇൻ്റലിജൻസോ, മോട്ടിവേഷൻ, ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് വേരി ചെയ്യുന്നതുമാണ്, മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. മെഷർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിലല്ലേ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ കണ്ടു നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നുള്ളത്. സോ വേരിയബിൾ എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്, അതുപോലെ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ചേഞ്ച് ചെയ്യാത്തതാണെങ്കിൽ പിന്നെ നമ്മളത് പ്രത്യേകിച്ച് മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും ഒരു സംഭവം ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ പിന്നെ നമ്മൾ അതിനകത്ത് പഠനം നടത്തേണ്ട ആവശ്യമില്ല. അത് എപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമ്മളതിനെപ്പറ്റി പഠിക്കുന്നത്. ഓക്കെ, സോ വേരിയബിൾ ആണ് നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഫോർമുലേറ്റ് എ ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഈ വേരിയബിൾ പലതരത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ടൈപ്പ് ഓഫ് വേരിയബിൾ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, അത് രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുന്ന എക്സാമ്പിൾ എടുക്കുക. ഇതിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ട്. അതിനകത്ത് ക്യാൻസർ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് വേറൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ക്യാൻസർ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്? സ്മോക്കിങ്ങിന്. അതായത് സ്മോക്കിംഗ് കൂടിക്കഴിഞ്ഞാൽ ക്യാൻസർ കൂടാം, അല്ലേ? അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന വേരിയബിൾ സ്മോക്കിംഗ് എന്ന് പറയുന്ന വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എപ്പോഴും ഇഫക്റ്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സ്മോക്കിങ്ങിൻ്റെ ഇഫക്റ്റ് ആണല്ലോ ക്യാൻസർ. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എപ്പോഴും ഇഫക്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്
അത് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് എന്ന് പറയുന്നത് ക്യാൻസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇരിക്കുന്നത്, അത് തനിയെ ഇരിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കോസ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ക്യാൻസറിൻ്റെ കോസായിട്ടാണ് നമ്മൾ സ്മോക്കിങ്ങിനെ പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അടുത്തത് എക്സ്ട്രീനിയസ് വേരിയബിൾ ആണ്. എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറയുന്നത് പുറത്തുനിന്നുള്ള ഫാക്ടേഴ്സാണ്, അതായത് റിയൽ ലൈഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള റിയൽ ലൈഫ് സിറ്റുവേഷൻസിനെയാണ് നമ്മൾ എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏജ്, ജെൻഡർ. ഈ ഒരു സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു ഹൈപ്പോത്തസിസിൽ നമുക്ക് ഏജും ജെൻഡറും ഒക്കെ എക്സ്ട്രീനിയസ് വേരിയബിൾ ആയിട്ട് എടുക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സ്മോക്ക് ചെയ്യുന്ന പ്രായം കൂടിയ ആളുകളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അല്ലേ, പ്രായം കുറഞ്ഞവരെക്കാൾ. അതുപോലെ തന്നെ ജെൻഡർ വൈസും വേരിയേഷൻ ഉണ്ടാവാം. അപ്പോൾ അത് ആ പറയുന്ന വേരിയബിളുകളൊക്കെ എന്താണ്, എക്സ്ട്രീനിയസ് വേരിയബിളാണ്. ഏജ്, ജെൻഡർ, ഇങ്ങനെയുള്ള ചില റിയൽ ലൈഫ് സെറ്റിങ്സിനെയാണ് നമ്മൾ എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പഠനത്തിന് വിധേയമാക്കുമ്പോൾ ഈ പറയുന്ന എക്സ്ട്രീനിയസ് വേരിയബിളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. കാരണം അത് റിയൽ ലൈഫ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അതിനെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല. നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണത് അല്ലേ. അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും എന്ത് ചെയ്യാം, അഫക്റ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇനി മീഡിയേറ്റിംഗ് അല്ലെങ്കിൽ ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്ന വേരിയബിൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഇമ്പാക്റ്റ് ഇല്ലാത്ത വേരിയബിളിനെയാണ് നമ്മൾ മീഡിയേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് മീഡിയേറ്റിംഗ് ആണ്, അതായത് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ്. ഇപ്പം നമ്മൾ ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനായിട്ട് നിൽക്കുന്ന ആൾ രണ്ടുപേരും പക്ഷം ചേരില്ല അല്ലേ, നടുക്കായിരിക്കുമല്ലോ നിൽക്കുന്നത്. അതുപോലത്തെ ചില വേരിയബിൾ ഉണ്ട്. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെയും അഫക്റ്റ് ചെയ്യാത്ത വേരിയബിളാണ് മീഡിയേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ പുറത്തോ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ പുറത്തോ എന്തുണ്ടാവില്ല, അതിന് ഇമ്പാക്റ്റ് കാണില്ല. സോ അതിനെയായിരിക്കും നമ്മൾ മീഡിയേറ്റിംഗ് വേരിയബിൾ എന്ന് പറയുക. അതായത് ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് കാണില്ല. ഓക്കെ, ഇപ്പോൾ ഏജ് ഓഫ് ദി എംപ്ലോയി അഫക്ട് സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു മീഡിയേറ്റിംഗ് വേരിയബിൾ ആണ്. ഓക്കെ, അതായത് എക്സ്പീരിയൻസ് ഏജിനെയും ഇമ്പാക്റ്റ് ചെയ്യണില്ല, അതുപോലെ തന്നെ സാലറീനെയും എന്ത് ചെയ്യുന്നില്ല, ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതൊരു മീഡിയേറ്റിംഗ് വേരിയബിൾ ആണ്. അതായത് ഏജ് കൂടുന്തോറും എക്സ്പീരിയൻസ് കൂടും, എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറി കൂടും. ഓക്കെ, അപ്പോൾ അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മീഡിയേറ്റിംഗ് വേരിയബിൾ ആണ്. അപ്പോൾ എക്സ്പീരിയൻസിന് ഡയറക്റ്റായിട്ട് ഏജിൻ്റെ പുറത്തോ സാലറിയുടെ പുറത്തോ എന്തില്ല, അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതെന്താണ്, ഒരു മീഡിയേറ്റിംഗ് വേരിയബിളായിട്ട് പ്രവർത്തിക്കുന്ന വേരിയബിളാണ്. സോ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മീഡിയേറ്റിംഗ് വേരിയബിൾ അഥവാ ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കാറ്റഗോറിക്കൽ ഓർ നോമിനൽ വേരിയബിൾ. അതായത് നമുക്ക് നെയിം ചെയ്യാൻ പറ്റുന്ന വേരിയബിൾ. ഫോർ എക്സാമ്പിൾ ഹെയർ കളർ, അത് നമുക്ക് നെയിം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബ്ലാക്ക്, ബ്രൗണ്, ബർഗണ്ടി ഇങ്ങനെയുള്ളത് ഹെയർ കളറൊക്കെ ജസ്റ്റ് എനിക്ക് നെയിം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എത്ര റിലീജിയനാണ് കേരളത്തിലുള്ളത് എന്ന് പറയുമ്പോൾ എനിക്കതിന് ജസ്റ്റ് നെയിം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ 1, 2, 3 ഇട്ടിട്ട് ആദ്യം ഇന്ന റിലീജിയൻ വരും, പിന്നെ ഇന്ന റിലീജിയൻ വരും, അങ്ങനെ എനിക്ക് റാങ്ക് വൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ജസ്റ്റ് നെയിം മാത്രം ചെയ്യാൻ പറ്റുന്ന വേരിയബിളിനെയാണ് നോമിനൽ വേരിയബിൾ അഥവാ കാറ്റഗോറിക്കൽ വേരിയബിൾ എന്ന് പറയാം. ജസ്റ്റ് എനിക്ക് നെയിം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഓർഡറിലൊന്നും എഴുതാൻ പറ്റില്ല. ഏത് ഓർഡറിലും എഴുതാൻ എനിക്കത് അല്ലേ. അപ്പോൾ അതിനൊരു ഫിക്സ്ഡ് ഓർഡർ ഒന്നുമില്ല, ജസ്റ്റ് എനിക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കേരളത്തിലെ നദികളുടെ പേര് അല്ലെങ്കിൽ കേരളത്തിലെ ജില്ലകളുടെ പേര്, ഇതൊക്കെ എനിക്ക് ജസ്റ്റ് എന്താണ്, നെയിം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിപ്പത്തിൻ്റെതിനനുസരിച്ചൊക്കെ ഓർഡറിലൊക്കെ എഴുതാം. ചിലത് നമുക്ക് നെയിം മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നദിയുടെയും ജില്ലയുടെയൊക്കെ പേര് പറയുമ്പോൾ അത് നമുക്ക് ഓർഡറിലും കൂടെ എഴുതാൻ പറ്റുന്നതാണ്. കാരണം ഏറ്റവും വലിയത്, പിന്നെ വലുത്, പിന്നെ വലുത്, അങ്ങനെ ഏറ്റവും വലുത്, പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടെ ചെറുത് അങ്ങനെ താഴത്തോട്ട് പോകാം. അപ്പോൾ അത് നമുക്ക് ഓർഡറിലും കൂടെ എഴുതാൻ പറ്റുന്നതാണ്. പക്ഷേ ചിലത് നമുക്ക് നെയിം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം കേരളത്തിലെ മതങ്ങൾ, അത് നമുക്ക് 1, 2, 3 ഇട്ടിട്ട് പറയാൻ പറ്റില്ല അല്ലേ. ആദ്യം ഇത്, പിന്നെ രണ്ടാമത്തേത് ഇത്, മൂന്നാമത്തേത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് എന്താണ്, നോമിനൽ വേരിയബിൾ അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ വേരിയബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ് ഈസ് എക്സോജിനസ് വേരിയബിൾ. അതായത് ഈ വേരിയബിൾ പുറത്തുനിന്ന് വരുന്നതാണ്. അതായത് നമ്മൾ ഈ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ചില കാര്യങ്ങൾ നമ്മുടെ
റിസർച്ചിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സോജിനസ് വേരിയബിൾ എന്ന് പറയുക. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പ്ലാന്റിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്ലാന്റിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്ലാന്റിൻ്റെ ഉൽപ്പാദനത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ഉൽപ്പാദനത്തിനെ പറ്റി പഠിക്കുന്ന സമയത്ത് അതിനകത്ത് പുറത്തുനിന്ന് വന്നൊരു കീടം അതിനെ ആക്രമിച്ചിട്ട് അത് ഉൽപ്പാദനത്തിൽ വ്യത്യാസം കൊണ്ടുവരുവാണെങ്കിൽ അതെന്തായിരിക്കും? ഒരു എക്സോജിനസ് വേരിയബിൾ ആയിരിക്കും. കാരണം അത് നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല, അത് പുറത്തുനിന്ന് വന്ന ഒരു വേരിയബിളാണ്. അപ്പോൾ ആ ഒരു പെസ്റ്റ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്നൊരു വേരിയബിളാണ്. അത് നമ്മുടെ പഠനത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എക്സോജിനസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സോജിനസ് വേരിയബിൾ. ഓക്കെ, ഇനി എക്സോജിനസ് വേരിയബിൾ കഴിഞ്ഞാൽ മോഡറേറ്റർ വേരിയബിൾ. മോഡറേറ്റർ വേരിയബിൾ എന്ന് പറയുന്നത് ഇറ്റ് അഫക്ട്സ് ദ ഡയറക്ഷൻ ഓർ സ്ട്രെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. അതായത് ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ സ്ട്രെങ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡറേറ്റർ വേരിയബിൾ എന്ന് പറയാം. അതായത് ഇപ്പോൾ രണ്ടും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു കേസിൽ മോഡറേറ്റർ വേരിയബിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ആൽക്കഹോള്. അതായത് ഈ സ്മോക്കിങ്ങും ക്യാൻസറും തമ്മിലുള്ള ആ ബന്ധത്തിനെ അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടും നമ്മൾ ആൽക്കഹോളും കൂടെ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ അവിടെ ആൽക്കഹോൾ നമുക്ക് എന്തായിട്ട് പറയാം? ഒരു മോഡറേറ്റർ വേരിയബിൾ ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് ഈസ് കോൺസ്റ്റൻറ്റ് വേരിയബിൾ. കോൺസ്റ്റൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് വേരിയബിൾസ് നോട്ട് അലൗഡ് ടു ചേഞ്ച്. അതായത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു സയൻസ് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചില വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യും? ഫിക്സ് ചെയ്യും. അതായത് ചില ഫാക്ടേഴ്സിനെ നമ്മൾ ഫിക്സ് ചെയ്യും. അതായത് ഇപ്പോൾ ചിലപ്പോൾ ടെമ്പറേച്ചർ ആയിരിക്കും ഫിക്സ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചറിനെ ഫിക്സ് ചെയ്ത് വെക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുക. ചിലത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാലാണ് നമുക്ക് റിസൾട്ട് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. സോ അങ്ങനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് വേരിയബിൾ എന്ന് പറയാം. ഓക്കെ, നൗ ദി നെക്സ്റ്റ് ഈസ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് ഹോൾ യൂണിറ്റിൽ മാത്രം പറയാൻ പറ്റുന്ന വേരിയബിളാണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് സിബ്ലിങ്സ്, അത് 1.5 2.5 എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ എത്ര ബ്രദേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1.5 ബ്രദേഴ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഹോൾ യൂണിറ്റിൽ മാത്രം പറയാൻ പറ്റുന്ന വേരിയബിളുകളെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയാം. അതേസമയം കണ്ടിന്യൂസ് വേരിയബിളോ, അത് ഫ്രാക്ഷണൽ വാല്യൂ പോസിബിളായ വേരിയബിളുകളാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈറ്റ്, വെയ്റ്റ് 12.5 25.5 ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം അല്ലേ. ഫ്രാക്ഷണൽ വാല്യൂസ് പോസിബിൾ ആയിട്ടുള്ള വേരിയബിളുകളെയാണ് നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയാം. നെക്സ്റ്റ് ഈസ് ബൈനറി ഓർ ഡൈക്കോട്ടമസ്. 2 പോസിബിൾ സ്റ്റേറ്റ്സ് മാത്രമുള്ള വേരിയബിളുകളെയാണ് ബൈനറി അല്ലെങ്കിൽ ഡൈക്കോട്ടമസ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള വേരിയബിളിന് 2 പോസിബിൾ സ്റ്റേറ്റേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ യെസ്, നോ, ഇംപ്രൂവ്ഡ്, നോട്ട് ഇംപ്രൂവ്ഡ്, ട്രൂ, ഫോൾസ്. അതായത് ഇതിനിടയ്ക്ക് വേറെ മൂന്നാമതൊരു സ്റ്റേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡൈക്കോട്ടമസ് അഥവാ ബൈനറി വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ടൈപ്സ് ഓഫ് വേരിയബിളാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ റിസർച്ചിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹൈപ്പോത്തിസിസ് ആണ് അല്ലേ. ഈ വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വേരിയബിൾസ് വെച്ചിട്ട് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ സെൻസ് അതിന് പ്രൂഫില്ല, വിത്തൗട്ട് എനി പ്രൂഫ്. ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പ്രൂഫില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി റിസർച്ച് നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്തത് വെച്ചിട്ട് ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസർച്ച് തീസിസ് എഴുതുന്നത്. ഓക്കെ, സോ അതാണ് ഹൈപ്പോത്തിസിസ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ്. ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഈസ് നൾ ഹൈപ്പോത്തിസിസ്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ലാത്ത വേരിയബിളുകൾ തമ്മിൽ പ്രത്യേകിച്ച് ഇഫക്റ്റോ റിലേഷൻഷിപ്പോ ഇല്ലാത്തതിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹൈറ്റ് ആൻഡ് ഷൂ സൈസ്. അതൊരു നൾ ഹൈപ്പോത്തിസിസ് ആണ്. നൾ ഹൈപ്പോത്തിസിസ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, നോ എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഓക്കെ,
അപ്പോൾ നമുക്ക് നൾ ഹൈപ്പോത്തിസിസിനെ മാത്രമാണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ് ഹൈറ്റും ഷൂ സൈസും തമ്മിൽ ബന്ധമില്ല, അപ്പോൾ ബന്ധം ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ഞാൻ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുവാണ്. സോ നൾ ഹൈപ്പോത്തിസിസിനെ മാത്രമാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് ഇല്ല എന്ന് പറയുന്നതാണ് നൾ ഹൈപ്പോത്തിസിസ്. ഓക്കെ, നൾ ഹൈപ്പോത്തിസിസിനെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ചെക്ക് ചെയ്യാൻ പറ്റുക. ഇറ്റ് ക്യാൻ ബി ടെസ്റ്റഡ്. അതായത് നൾ ഹൈപ്പോത്തിസിസിനെയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതെപ്പോഴും നെഗറ്റീവ് ആയിരിക്കും നൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് എന്താ പറയുന്നത്, ഇവിടെ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒന്നും ഇവിടെ നോ എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെത്തേഡ് എ ഈസ് ബെറ്റർ ദാൻ ബി ആണ് എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസിൽ അല്ല എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ഇത് മറ്റേതിനേക്കാൾ ഓൾട്ടർനേറ്റ് ആണ് അല്ലേ, ഇത് അതിനേക്കാൾ നല്ലതാണ് എന്ന് പറയുന്നതാണ് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഇനി ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഈ ഹൈപ്പോത്തിസിസ് നമുക്ക് ഇറ്റ് ഹാസ് ബോത്ത് ഡിഫറൻസ് ആൻഡ് ഡയറക്ഷൻ. അതായത് നമുക്ക് നമ്മുടെ രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള ഡിഫറൻസും കാണിക്കും ഡയറക്ഷനും കാണിക്കും. അതായത് ഡിഫറൻസും കാണിക്കും ഡയറക്ഷനും കാണിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് എടുക്കുകയാണെങ്കിൽ അത് സ്മോക്കിംഗ് കൂടുമ്പോൾ ക്യാൻസർ കൂടുമോ, ആദ്യത്തെ നമ്മൾ എന്താണ് അത് തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ, റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് സ്മോക്കിംഗ് ക്യാൻസറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കും. ഇനി അത് സ്മോക്കിംഗ് കൂടുമ്പോൾ ക്യാൻസർ കൂടുന്നുണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുന്നതിനെയാണ് ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. അത് ഡിഫറൻസും കാണിക്കും അതുപോലെ തന്നെ ഡയറക്ഷനും കാണിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്. അപ്പോൾ നൾ ഹൈപ്പോത്തിസിസ്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്, ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ്. നെക്സ്റ്റ് ടൈപ്പാണ് റിലേഷണൽ ഹൈപ്പോത്തിസിസ്. ഇവിടെ ഇത് റിലേഷൻഷിപ്പിനെ പറ്റി മാത്രമേ പറയുള്ളൂ. നേരത്തെ നമ്മൾ ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് പറഞ്ഞപ്പോൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നും പറഞ്ഞു, അതിൻ്റെ ഡയറക്ഷനും കാണിച്ചു. അതായത് ഇത് കൂടുമ്പോൾ അത് കൂടുമോ, അല്ലെങ്കിൽ ഇത് കൂടുമ്പോൾ അത് കുറയോ, ഇത് കുറയുമ്പോൾ അതും കുറയോ, അങ്ങനെ ഡയറക്ഷനും കൂടെ കാണിക്കുന്നതാണ് ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇനി റിലേഷണൽ ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ അത് തമ്മിൽ ബന്ധം ഉണ്ടെന്നേ പറയുള്ളൂ. ഓക്കെ, അതായത് ഇത് കൂടുമ്പോൾ അത് കൂടുമെന്ന് പറയുന്നില്ല. അങ്ങനെ ഇത് കൂടുമ്പോൾ അതും കൂടുമെന്ന് പറയുകയാണെങ്കിൽ അത് ഡയറക്ഷണൽ ഹൈപ്പോത്തിസിസ് ആണ്. ഈ പറയുന്ന രണ്ട് വേരിയബിളും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആണ് എന്ന് പറയുവാണെങ്കിൽ അത് റിലേഷണൽ ഹൈപ്പോത്തിസിസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസ്. ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ദിസ് ഈസ് എ മാംഗോ എന്ന് പറയുന്നത്, ദിസ് ഈസ് എ ഹൗസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ദിസ് ഈസ് എ ഹൗസ്, അവിടെ ഒറ്റ വേരിയബിൾ അല്ലേ ഉള്ളൂ അല്ലേ, ഹൗസ് എന്ന് പറയുന്ന ഒരൊറ്റ വേരിയബിൾ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസിൽ ഒറ്റ വേരിയബിളേ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഹൈപ്പോത്തിസിസിനെ നമ്മൾ യൂണിവേരിയേറ്റ് ഹൈപ്പോത്തിസിസ് എന്നും വിളിക്കാറുണ്ട്. ഒറ്റ വേരിയബിൾ ഉള്ളതുകൊണ്ട് അതിനെ യൂണിവേരിയേറ്റ് ഹൈപ്പോത്തിസിസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒറ്റ വേരിയബിളാണ് അതിനെ കാണുള്ളൂ. ഡിസ്ക്രൈബ് ചെയ്യുന്നതാണല്ലോ, ഒരു കാര്യത്തിന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. അപ്പോൾ അതിനകത്ത് രണ്ട് വേരിയബിൾ ഉണ്ടാവില്ല, ഇത് കാരണം അത് വന്നു എന്നൊന്നും പറയുന്നതല്ല, ഇതാണ് എന്ന് പറയുവാണ് അല്ലേ. അപ്പോൾ അതെപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യുന്നത് എപ്പോഴും ഒറ്റ വേരിയബിളേ കാണുള്ളൂ. അതുകൊണ്ട് അതിന് യൂണിവേരിയേറ്റ് ഹൈപ്പോത്തിസിസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് ആണ് എക്സ്പ്ലനേറ്ററി ഹൈപ്പോത്തിസിസ്. എക്സ്പ്ലനേറ്ററി ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് അത് ഇത് മറ്റൊന്നിലേക്ക് നയിക്കും എന്നൊക്കെ പറയുന്നതാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. അതായത് ഇത് അതിലേക്ക് നയിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ കാരണം അതാണ് എന്ന് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ് എക്സ്പ്ലനേറ്ററി ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്ലാൻ നീഡ്സ് നൈട്രജൻ ആസ് എ ന്യൂട്രിയൻ ഫോർ ഗ്രോത്ത്. പ്ലാന്റ്സിന് നൈട്രജൻ വേണം, കാരണം എന്താണ്, അത് ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിലുള്ള ഹൈപ്പോത്തിസിസിനെയാണ് എക്സ്പ്ലനേറ്ററി ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ 6 തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ആണ് മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എറേഴ്സ് ഇൻ ഹൈപ്പോത്തിസിസ് ആണ്. അതായത് നമ്മൾ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്ത് നമ്മളത് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് എററുകൾ വരാം. അപ്പോൾ അങ്ങനെ വരുന്ന 2 തരം എററുകളാണ് നമുക്ക് മെയിൻലി ഹൈപ്പോത്തിസിസുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതാണ് ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും. ടൈപ്പ് 1 എററിനെ ആൽഫ എററെന്നും ടൈപ്പ് 2 എററിനെ ബീറ്റ എറർ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ടൈപ്പ് 1 എറർ എന്ന് നോക്കാം. അതായത് നമ്മൾ ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്തു
അതായത് ഇപ്പോൾ ഞാനൊരു ഹൈപ്പോത്തിസിസിലാണല്ലോ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു നൾ ഹൈപ്പോത്തിസിസ് വെച്ച് തുടങ്ങുവാണ്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. ഓക്കെ, അപ്പോൾ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു ഹൈപ്പോത്തിസിസ് ഞാൻ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്തോ കാരണം കൊണ്ട് ശരിക്കും സ്മോക്കിംഗ് ക്യാൻസറിന് കാരണമാവും. പക്ഷേ ഞാൻ ചെയ്തു വന്നതിൽ എന്തോ മിസ്റ്റേക്ക് കാരണം എനിക്ക് തെറ്റായിട്ടുള്ള ഡേറ്റകളാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഡേറ്റ വെച്ചിട്ട് ഞാൻ എന്ത് കൺക്ലൂഡ് ചെയ്യും, സ്മോക്കിംഗ് ക്യാൻസറിന് കാരണമാവില്ല, കാരണം എനിക്ക് കിട്ടിയ ഡേറ്റ അനുസരിച്ച് അങ്ങനെയാണ്. പക്ഷേ ശരിക്കും ഇൻ റിയാലിറ്റി എന്താണ്, സ്മോക്കിംഗ് ക്യാൻസറിന് കാരണമാവും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ശരിക്കും ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് എന്തായിരുന്നു? ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്നായിരുന്നു എൻ്റെ ഹൈപ്പോത്തിസിസ്. ആ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിരുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് തെറ്റായിരുന്നു. അപ്പോൾ ഞാനത് റിജക്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോൾ നൾ ഹൈപ്പോത്തിസിസ് ആണല്ലോ, സ്മോക്കിംഗ് ഡസ് നോട്ട് കോസസ് ക്യാൻസർ എന്നുള്ളത്. ഇപ്പോൾ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ തന്നെ എടുക്കുക, അതൊരു സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ട്രൂ ഹൈപ്പോത്തിസിസ് ആണ് അല്ലേ, ട്രൂ നൾ ഹൈപ്പോത്തിസിസ് ആണ്. പക്ഷേ ഞാനത് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ എന്താണ് ശരിക്കും ചെയ്തത്, ഒരു എററാണ് അല്ലേ. ശരിക്കും ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനെ ആക്സെപ്റ്റാണ് ചെയ്യേണ്ടത്. പകരം ഞാനതിനെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ കമ്മിറ്റ് ചെയ്യുന്ന എററാണ് ടൈപ്പ് 1 എറർ അഥവാ ആൽഫ എറർ. ഓക്കെ, അപ്പോൾ ഞാൻ ട്രൂ ആയിട്ടുള്ള നൾ ഹൈപ്പോത്തിസിസിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ ആൽഫ എറർ അല്ലെങ്കിൽ ടൈപ്പ് 1 എററാണ് കമ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എൻ്റെ നൾ ഹൈപ്പോത്തിസിസ് ശരിക്കും ഫോൾസ് ആയിരുന്നു. ഓക്കെ, ഞാനത് റിജക്റ്റ് ചെയ്തില്ല, പകരം ഞാനതിനെ എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ശരിക്കും നൾ ഹൈപ്പോത്തിസിസ് ഫോൾസ് ആണെങ്കിൽ ഞാനതിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനതിനെ ആക്സെപ്റ്റ് ചെയ്തു, അപ്പോഴും ഞാൻ എററാണ് കമ്മിറ്റ് ചെയ്യുന്നത്. ആ എററിനെയാണ് ടൈപ്പ് 2 എറർ അഥവാ ബീറ്റ എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് 1 എറർ ആൽഫ എറർ, ടൈപ്പ് 2 എറർ ബീറ്റ എറർ. അപ്പോൾ ഈ 2 തരം എററുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണ് നമ്മൾ ഹൈപ്പോത്തിസിസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ ഹൈപ്പോത്തിസിസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഡേറ്റ വേണം. അപ്പോൾ ഡേറ്റ വേണമെങ്കിൽ നമുക്ക് പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് സാമ്പിളിനെ സെലക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നീക്കാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 2 തരം സാമ്പിളിംഗ് ടെക്നീക്കുകളാണുള്ളത്, പ്രോബബിലിറ്റിയും നോൺ പ്രോബബിലിറ്റിയും. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനെ നമ്മൾ റാൻഡം സാമ്പിളിംഗ് അഥവാ ചാൻസ് സാമ്പിളിംഗ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റാൻഡംലി ആയിരിക്കും ഡേറ്റ അല്ലെങ്കിൽ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. റാൻഡംലി നമ്മൾ ഇപ്പോൾ ലോട്ട് ഇടുന്ന പോലത്തെ മെത്തേഡാണ് റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ഡേറ്റ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കണം, നമ്പറിൻ്റെ രൂപത്തിലുള്ളതായിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതായത് കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാത്സിൻ്റെ മാർക്ക് എന്നാണ് വിചാരിച്ചോ. അപ്പോൾ എനിക്ക് 100 പേരുണ്ട് ഒരു ക്ലാസ്സിൽ, പക്ഷെ എനിക്ക് 10 പേരുടെ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, 100 പേരുടെ മാർക്ക് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു ബോക്സിനകത്തിട്ടിട്ട് അതിനകത്തുനിന്ന് 10 ലോട്ട് എടുക്കും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള സാമ്പിളിംഗ് മെത്തേഡിനെയാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആവണമെങ്കിൽ നമുക്ക് ഡേറ്റ നമ്പറിൻ്റെ രൂപത്തിലുള്ളതായിരിക്കണം, ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കണം. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള പ്രത്യേകത. അടുത്തത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് അഥവാ നോൺ റാൻഡം സാമ്പിളിംഗ്. ഇവിടെ സാമ്പിളുകൾ സെലക്ട് ചെയ്യപ്പെടുന്നത് റാൻഡം ബേസിസിലല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഡെലിബറേറ്റ് ആയിട്ടായിരിക്കും സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഡേറ്റ എന്തായിരിക്കും, ക്വാളിറ്റേറ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർക്കാം. ഓക്കെ, നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. നമ്മുടെ കൺവീനിയൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡേറ്റ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, എവിടെ നോൺ പ്രോബബിലിറ്റിയിൽ. അപ്പോൾ പ്രോബബിലിറ്റി നോൺ പ്രോബബിലിറ്റി 2 സാമ്പിളിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി അതിൻ്റെ ടൈപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് 1 സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലോട്ടറി മെത്തേഡാണ്. അതായത് ഞാൻ എല്ലാവരുടെയും മാത്സിൻ്റെ മാർക്ക് എഴുതിയിട്ട് ഒരു ബോക്സിനകത്ത് ഇട്ടു, എന്നിട്ട് അതിനകത്ത് റാൻഡംലി സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ അത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ് ടു ബി
ഗെറ്റ് സെലക്ട് ചെയ്യപ്പെടാൻ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ സാമ്പിൾ എപ്പോഴും ഹോമോജീനസ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ ഹോമോജീനസ് ആണെങ്കിലാണ് ഇത് പോസിബിൾ ആവുള്ളൂ. എന്തുകൊണ്ടാണ് ഹോമോജീനസ് ആവണമെന്ന് പറയുന്നതെന്ന് പറയാം. അതായത് ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ മാർക്ക് ആണ്, കുട്ടികളുടെ മാത്സിൻ്റെ മാർക്കിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ പോപ്പുലേഷൻ 10ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഏതെങ്കിലും 10 എടുക്കുമ്പോൾ അത് 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ തന്നെ മാത്സിൻ്റെ മാർക്കാവുള്ളൂ. അതേസമയം എൻ്റെ പോപ്പുലേഷൻ ഹോമോജിനസ് അല്ല, ഞാൻ അതിനകത്ത് 9ാം ക്ലാസ്സിലെ കുട്ടിയുടെ മാത്സിൻ്റെ മാർക്കും കൂടെ എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ റാൻഡംലി സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 9ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലേക്കാണെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പോപ്പുലേഷൻ എപ്പോഴും എന്തായിരിക്കണം? ഹോമോജിനസ് ആയിരിക്കണം. എന്നാലാണ് എനിക്ക് ഏതെങ്കിലും 10 എടുക്കുമ്പോൾ ആ ഒരു പോപ്പുലേഷനിൽ നിന്നുള്ളത് തന്നെ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ഈക്വലാണ്, അല്ലേ? നമ്മളിപ്പോൾ ഒരു കോയിന് ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ആവാനും ടെയിൽ ആവാനും ഉള്ള സാധ്യത 50-50 ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ. അതായത് 100 പേരുടെ ഒരു സംഭവം ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, ഇത് ഭാഗ്യമാണെന്ന് പറയില്ലേ? ഇപ്പോൾ ഒരു ബോക്സിനകത്തൊന്ന് നറുക്കെടുക്കുന്നത് പോലെയാണ്. എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണ് അല്ലേ സെലക്ട് ചെയ്യപ്പെടാൻ. അതിനകത്ത് ആരെങ്കിലും റാൻഡംലി ഒരു ലോട്ടല്ലേ എടുക്കുക, അതുപോലെ. സോ ദാറ്റ് ഈസ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലെ ഒരു കാറ്റഗറിയാണ്. രണ്ടാമത്തത് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഒരാളെ സെലക്ട് ചെയ്യും. ഓക്കെ, അത് റാൻഡംലി ആണ് ഞാൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ അടുത്ത 5 പേര് കഴിഞ്ഞ് അത് പിന്നെ ഞാൻ പറയുവാണ് ഇനി ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ കീപ്പ് ചെയ്യുവാണ്. ആ ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ എങ്ങനെ കീപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാം. 1000 പേരുടെ പോപ്പുലേഷനാണ്. ഓക്കെ, അതിനകത്തുനിന്ന് എനിക്ക് 10 പേരെ വേണം. ഓക്കെ, 1000 പേരുടെ പോപ്പുലേഷനാണ്, അപ്പോൾ എനിക്ക് 10 പേരെ വേണം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 പേരുടെ പോപ്പുലേഷനാണ്, എനിക്ക് 10 പേരെ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരാളെ റാൻഡംലി സെലക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ 1000 ഡിവൈഡഡ് ബൈ 10 എന്ന് ചെയ്യും. ഓക്കെ, 1000 ഡിവൈഡഡ് 10 ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക? 100 കിട്ടുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഒരാളെ ഞാൻ സെലക്ട് ചെയ്യും, അല്ലേ? അത് റാൻഡംലി സെലക്ട് ചെയ്യുവാണ്. 1000 പേരുടെ പോപ്പുലേഷനാണ്, എനിക്ക് വേണ്ടത് 10 പേരാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരാളെ റാൻഡംലി എടുക്കും. ഓക്കെ, ഇനി ഒരു ഫിക്സ്ഡ് ഇൻ്റർവെല്ലാണ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫിക്സ്ഡ് ഇൻ്റർവെൽ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1000 പോപ്പുലേഷൻ, എനിക്ക് വേണ്ടത് 10 സാമ്പിൾ. അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 10 100. അപ്പോൾ ഞാൻ ആദ്യം റാൻഡംലി ഒരാളുടെ പേര് വിളിച്ചു. ഇനി ഞാൻ ഇത് കഴിഞ്ഞിട്ട് 100 കഴിഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ റോൾ നമ്പർ ഓർഡറിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഓർഡറിലുള്ള ഡേറ്റയൊക്കെ ആണെങ്കിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. ഇനി 100 എണ്ണം കഴിഞ്ഞിട്ടുള്ളത് എടുക്കും. ഓക്കെ, അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ 100 എണ്ണം കഴിഞ്ഞിട്ടുള്ളത് എടുക്കും. അതെടുത്തിട്ട് പിന്നെ 100 എണ്ണം കഴിഞ്ഞിട്ടുള്ളത് എടുക്കും. അങ്ങനെ 10 എണ്ണം നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് പ്രോബബിലിറ്റി ആവുന്നതെന്ന്. കാരണം ഇതിലൊരു ഫിക്സ്ഡ് നമ്മൾ സാധനം 100 എന്ന് പറയുന്നത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണത് റാൻഡം ആവുന്നതെന്ന്. ആദ്യം ഞാൻ സെലക്ട് ചെയ്യുന്ന ആൾ റാൻഡമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു റാൻഡം സാമ്പിളിങ്ങിൽ വരും. ഓക്കെ, ആദ്യം ഞാനൊരാളെ റാൻഡംലി സെലക്ട് ചെയ്യും, പിന്നെ ഉള്ളത് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ എടുത്ത സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങോ 1000 പേരിൽ 10 പേര് എനിക്ക് വേണമെങ്കിൽ 10 പേരെ ഞാൻ എന്ത് ചെയ്യുവാണ്? റാൻഡംലി എടുക്കുവാണ്. ഇവിടെ ആദ്യത്തെ ആളെ ഞാൻ റാൻഡംലി എടുക്കുന്നു, പിന്നെയുള്ള 9 പേരെ ഞാൻ എന്ത് ചെയ്യുന്നു? ഫിക്സ്ഡ് ഇൻ്റർവെല്ല് വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർവെല്ല് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണോ സാമ്പിൾ, ആ സാമ്പിൾ ഡിവൈഡഡ് ബൈ നമുക്ക് എത്രയാണോ പോപ്പുലേഷൻ അതേ ഡിവൈഡഡ് ബൈ എനിക്ക് എത്ര സാമ്പിളാണോ വേണ്ടത്. ഓക്കെ, അപ്പോൾ 1000 ഡിവൈഡഡ് ബൈ 10 അത് 100. അപ്പോൾ എൻ്റെ ഇൻ്റർവെൽ എന്തായിരിക്കും? 100 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ സാമ്പിൾ ഞാൻ റാൻഡംലി സെലക്ട് ചെയ്തിട്ട് പിന്നെ 100 ഗ്യാപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സാമ്പിൾ സെലക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. ഇതും നമുക്ക് ഹോമോജിനസ്
പോപ്പുലേഷനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോപ്പുലേഷൻ ഫൈനൈറ്റ് ആയിരിക്കണം. എന്താണ് ഫൈനൈറ്റ് എന്ന് പറയുന്നത്? ഫിക്സ്ഡ് ആയിരിക്കണം പോപ്പുലേഷൻ. അതായത് എന്നാലല്ലേ നമുക്ക് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ പോപ്പുലേഷൻ 1000 എന്ന് നമുക്ക് ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഫൈനൈറ്റ് എന്ന് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൈറ്റ് ആണെങ്കിലാണ് നമുക്കിത് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഇൻ്റർവെല്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നേരത്തെ പറഞ്ഞ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിൽ പോപ്പുലേഷൻ ഫൈനൈറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് സാമ്പിളിംഗ്, പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലെ തേർഡ് ടൈപ്പാണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഇപ്പം ഏറ്റവും സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബോക്സിനകത്ത് യെല്ലോ ബോൾസ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ പറയുന്ന വലിയൊരു ബോക്സിനകത്ത് ഇത്രയും 3 കളേഴ്സിലുള്ള ബോളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ റാൻഡംലി ഒരു 5 ബോൾ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ചിലപ്പോൾ 5ഉം ഗ്രീൻ തന്നെ ആവാം, ചിലപ്പോൾ 5ഉം യെല്ലോ തന്നെ ആവാം, ചിലപ്പോൾ 5ഉം റെഡ് തന്നെ ആവാം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു യൂണിഫോമിറ്റി കിട്ടില്ല അല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് എൻ്റെ പോപ്പുലേഷൻ ഇവിടെ ഹെട്രോജിനസ് ആണ്, പല മാതിരിയുള്ള പോപ്പുലേഷൻ ഉണ്ട് അല്ലേ, പല മാതിരിയുള്ള സാമ്പിളുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊത്തം പോപ്പുലേഷനെ ഞാൻ സെപ്പറേറ്റ് സ്ട്രാറ്റകളാക്കും. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് സ്ട്രാറ്റകളാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വലിയ ബോക്സിനകത്തൊന്ന് ഞാൻ ഈ മിക്സ് ചെയ്തിട്ടുള്ള ബോളുകളെ സെപ്പറേറ്റ് ബോക്സുകളിലേക്ക് മാറ്റും. അപ്പോൾ ഒരു ബോക്സിനകത്ത് കംപ്ലീറ്റ്ലി യെല്ലോ ബോൾസ്, ഒരു ബോക്സിനകത്ത് കംപ്ലീറ്റ്ലി ഗ്രീൻ, ഒരു ബോക്സിനകത്ത് കംപ്ലീറ്റ്ലി റെഡ്. ഇങ്ങനെ ഞാൻ 3 സ്ട്രൈറ്റ് ആക്കിയിട്ട് അതിനെ ഹോമോജിനസ് ആക്കും. നേരത്തെ നമ്മുടെ പോപ്പുലേഷൻ ഹെട്രോജിനസ് ആയിരുന്നു, ഇപ്പം ഞാനതിനെ 3 സ്ട്രൈറ്റ് ആക്കി മാറ്റി അതിനെ ഹോമോജിനസ് ആക്കി. ഇനി ഞാൻ ഒരു ആദ്യത്തെ ബോക്സ് യെല്ലോ ബോൾസ് ഉള്ള ബോക്സിൽ നിന്ന് ഞാൻ റാൻഡംലി എടുക്കുമ്പോൾ അതിനകത്ത് എനിക്ക് യെല്ലോ ബോളുകൾ മാത്രമേ കിട്ടുള്ളൂ, ഗ്രീനിൽ നിന്ന് എടുക്കുമ്പോൾ ഗ്രീൻ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാത്തിനും റെപ്രസെൻറ്റേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു കാര്യം ഓർക്കുക, ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ചെയ്യണമെങ്കിൽ നമ്മുടെ പോപ്പുലേഷൻ ചെറുതായിരിക്കണം. ഇപ്പം ഒരുപാടുണ്ട്, ഇപ്പോൾ ഒരു 1 lakh 1 crore ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ട്രാറ്റിഫൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 1 crore നമ്മൾ ആദ്യം ഹോമോജിനസ് ആക്കുക, അതായത് ഹെട്രോജിനസ് ആയിരുന്ന 1 crore പോപ്പുലേഷനെ നമുക്ക് ഹോമോജിനസ് സ്ട്രേറ്റ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലബോറിയസ് ടാസ്ക്കാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പോപ്പുലേഷൻ ചെറുതാണെങ്കിലാണ് നമുക്ക് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ അതായത് പോപ്പുലേഷൻ വളരെ വലുതാണ്, അത് ഹെട്രോജിനസ് ആണെങ്കിൽ എന്ത് തരം സാമ്പിളിംഗ് ആയിരിക്കും യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ഇവിടെ ക്ലസ്റ്റർ സാമ്പിളിങ്ങിൽ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ബോക്സ് തന്നെ വിചാരിക്കാം, ആ ബോക്സ് കുറച്ചുകൂടെ വലുതാണെന്ന് വിചാരിക്കാം. ഓക്കെ, നേരത്തെ കണ്ട യെല്ലോ ഗ്രീൻ റെഡ് ബോളുകൾ ഇട്ടിട്ടുള്ള ആ വലിയ ബോക്സ് അത് കുറച്ചുകൂടെ വലുതാണ്, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും വലുതാണെന്ന് വിചാരിക്കാം. സോ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പിടി ബോളുകൾ വാരിയിട്ട് ഇതിനിങ്ങനെ ഒരു ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ഇങ്ങനെ വാരിയിട്ട് ബോക്സുകളിലേക്ക് ഇടും. ഓക്കെ, സെപ്പറേറ്റ് ക്ലസ്റ്റർ. അപ്പോൾ ഈ ഓരോ ക്ലസ്റ്ററുകളും ഹെട്രോജിനസ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ സ്ട്രേറ്റ് ആക്കിയപ്പോൾ ഓരോ സ്ട്രേറ്റയും ഹോമോജിനസ് ആയിരുന്നു. പക്ഷേ ഇവിടെ വലിയ പോപ്പുലേഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിനെ ക്ലസ്റ്റർ ആക്കുവാണ്. ക്ലസ്റ്റർ ആക്കുന്ന സമയത്ത് ഓരോ ക്ലസ്റ്ററും ഹെട്രോജിനസ് തന്നെയാണ്. പക്ഷേ എന്താണ്, നമ്മൾ ഇനി കുറച്ചും കൂടെ റെപ്രസെൻറ്റേഷൻ കിട്ടും. അതായത് നമ്മൾ വലിയൊരു ബോക്സിനകത്തുനിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു 10 എണ്ണം റാൻഡംലി സെലക്ട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഈ വലിയ ബോക്സിനെ കുഞ്ഞു ബോക്സുകളിലേക്ക് മാറ്റിയിട്ട് ആ ഓരോ ബോക്സിനെ നമ്മൾ ഫുള്ളായിട്ട് എടുക്കും. അപ്പോൾ ഏകദേശം എല്ലാത്തിനും റെപ്രസെൻറ്റേഷൻ കിട്ടും അല്ലേ. കുറച്ചും കൂടി റെപ്രസെൻറ്റേഷൻ കിട്ടാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ അതാണ്, അതായത് നിങ്ങൾ ആലോചിക്കുക, അതായത് ഒരു 1,00,000 നിന്ന് നിങ്ങളുടെ പേര് കിട്ടാനുള്ള സാധ്യത ആണോ കൂടുതൽ, അതല്ല ഇങ്ങനെ കുഞ്ഞി ഒരു 10 പേരുടെ ബോക്സിനകത്തുനിന്നാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/10 അല്ലേ. മറ്റേത് 1/1000 ആണ് അല്ലേ. 1000 പേരുടെ പേരിട്ടേക്കുന്ന ഒരു ബോക്സിൽ നിന്ന് നിങ്ങളുടെ പേര് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/1000 ആണ് അല്ലേ. 1000-ൽ 1 നിങ്ങളവിടെ. പക്ഷേ അതേസമയം 10 പേരുടെ ഒരു ബോക്സിൽ നിന്നാണെങ്കിൽ പ്രോബബിലിറ്റി പിന്നെയും കൂടി 10 പേരിൽ ഒരാളായാൽ മതി അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ റെപ്രസെൻറ്റേഷൻ കിട്ടും. അപ്പോൾ അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ക്ലസ്റ്ററിനെ നമ്മൾ ഫുള്ളായിട്ട് എടുക്കും. ഓക്കെ, നേരത്തെ പറഞ്ഞ സ്ട്രേറ്റ ആണെങ്കിലോ ഓരോ സ്ട്രേറ്റയും എന്താണ്, ഹോമോജിനസ് ആണ്. അപ്പോൾ അതുകൊണ്ട് മുഴുവൻ സ്ട്രേറ്റേനെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്ട്രേറ്റയിൽ ഫുൾ യെല്ലോ ബോളുകളാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഞാനൊരു 5 ബോൾ എടുത്തു.
ഗ്രീനിൽ നിന്ന് ഒരു 5 എടുത്തു, റെഡിൽ നിന്ന് ഒരു 5 എടുത്തു. അതേസമയം ക്ലസ്റ്റർ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ക്ലസ്റ്റർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കും. സോ അതാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലസ്റ്റർ സാമ്പിളിങ്ങും അതുപോലെ തന്നെ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോപ്പുലേഷനെ ഡിഫറെൻറ്റ് സ്ട്രേറ്റ് ആക്കും. ഓക്കെ, അതായത് ഇപ്പം എനിക്കൊരു വലിയ പോപ്പുലേഷനാണ്, അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഹെട്രോജിനസ് ആയിട്ടുള്ള പോപ്പുലേഷനാണ്. അപ്പോൾ ഞാൻ ആ ഹെട്രോജിനസ് ആയിട്ടുള്ള പോപ്പുലേഷനെ സ്ട്രേറ്റകളാക്കി, ഹോമോജീനസ് സ്ട്രേറ്റകളാക്കി. അങ്ങനെ സ്ട്രേറ്റകളാക്കിയിട്ട് ഞാൻ അതിൽ ആദ്യം ഒരു സ്ട്രേറ്റ റാൻഡമിലി സെലക്ട് ചെയ്തു. ഓക്കെ, പിന്നെ ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ ഓരോ സ്ട്രേറ്റേനെയും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യുവാണ്. അതിനെയാണ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ സ്ട്രാറ്റിഫൈഡിൽ ഒരു യൂണിറ്റാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഇവിടെ മൾട്ടി സ്റ്റേജ് സാമ്പിളിങ്ങിൽ ഒരു സ്ട്രേറ്റയാണ് ഞാൻ റാൻഡമിലി ആദ്യം സെലക്ട് ചെയ്യുന്നത്, പിന്നെ ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ സ്ട്രേറ്റുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. അപ്പോൾ ഇതെല്ലാം പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, പിന്നെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. അടുത്തത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. അപ്പോൾ നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തത് കൺവീനിയൻറ്റ് ഓർ ചങ്ക് ഓർ ആക്സിഡൻ്റൽ ഓർ ഹബ് ഹസാർഡ് സാമ്പിളിംഗ്. ഓക്കെ, ഇത് എൻ്റെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഈക്വൽ ചാൻസ് അല്ല സെലക്ട് ചെയ്യപ്പെടാൻ, നമ്മൾ നേരത്തെ കണ്ട പ്രോബബിലിറ്റി പോലെയല്ല. അതായത് ഇപ്പം സ്മോക്കിംഗ് കോസസ് ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ കേരളത്തിൽ സ്മോക്ക് ചെയ്യുന്ന എല്ലാവരുടെയും പേര് എഴുതി ഇട്ടിട്ട് അതിനകത്തൊന്ന് 10 പേരുടെ പേര് എടുക്കുമല്ല, അത് ഭയങ്കര വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുവാണ്, ഞാൻ താമസിക്കുന്ന എൻ്റെ ഏരിയയുടെ അടുത്തുള്ള ഒരു 10 പേരെ ഞാൻ അങ്ങ് സെലക്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ചാൻസ് ആണോ? ഇല്ല. അപ്പോൾ എൻ്റെ ജില്ലയിൽ പെടാത്ത അല്ലെങ്കിൽ എൻ്റെ വീടിന് അടുത്തല്ലാത്ത ആളുകൾക്ക് സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എൻ്റെ കൺവീനിയൻസ് ആണ് നോക്കിയത്, അല്ലേ, എനിക്കിതായിരുന്നു കൺവീനിയൻറ്റ്, ഈ സാമ്പിളാണ് കൺവീനിയൻറ്റ്, അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. സോ ദാറ്റ് ഈസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. ഇനി പർപ്പസീവ് സാമ്പിളിംഗ്, അതായത് ഒരു പർപ്പസിനനുസരിച്ച് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുക. അതായത് എൻ്റെ പേർപ്പസ് ഇതാണ്, അപ്പോൾ ആ പേർപ്പസിന് ചേരുന്ന സാമ്പിൾ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ, അല്ലാത്ത സാമ്പിൾ നമ്മൾ സെലക്ട് ചെയ്യില്ല. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കാറ് വാങ്ങിക്കണം. അപ്പോൾ ഒരു കാറ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ എല്ലാ കാറിനും ഈക്വൽ ചാൻസ് ആണ് വാങ്ങിക്കപ്പെടാൻ, അല്ലേ. പക്ഷേ ഞാൻ സ്പെസിഫിക്കേഷൻ പറയുകയാണ്, എൻ്റെ പേർപ്പസ് ഇതാണ്, എനിക്ക് ഇന്ന കളറായിരിക്കണം, ഇന്ന സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, ഇത്ര സീറ്റർ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ഞാൻ പേർപ്പസുകൾ പറയുമ്പോഴത്തേക്കും അവിടെ എല്ലാ കാറുകൾക്കും ഈക്വൽ ചാൻസ് അല്ല ഞാൻ വാങ്ങിക്കാനുള്ള സാധ്യത ആ കാറുകൾക്കൊന്നും വരാതെയാവും. കാരണം എൻ്റെ പേർപ്പസ് മീറ്റ് ചെയ്യുന്ന കാറുകൾക്ക് മാത്രമായിരിക്കും അവിടെ സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വരുന്നത്. സോ ദാറ്റ് ഈസ് പേർപ്പസീവ് ഓർ ഡെലിബറേറ്റ് ഓർ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് കോട്ട സാമ്പിളിംഗ്. കോട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നൊരു കോട്ട, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SC കോട്ട, ഷെഡ്യൂൾഡ് കാസ്റ്റ് കോട്ടയിൽ സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ആർക്ക് മാത്രമേ ഉള്ളൂ? ഷെഡ്യൂൾഡ് കാസ്റ്റിന് മാത്രമേ ഉള്ളൂ, അല്ലേ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അവിടെ സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതയില്ല. അപ്പോൾ കോട്ട ഫിക്സ് ചെയ്യുമ്പോൾ ആ കോട്ടയിൽ പെട്ട ആളുകൾക്ക് മാത്രമാണ് സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പാനൽ സാമ്പിളിംഗ്. പാനൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു ജഡ്ജിങ് പാനലൊക്കെ, അതായത് ഇപ്പം ഞാനൊരു റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു പാനലിനെ മീറ്റ് ചെയ്തിട്ട് ആ പാനൽ പറയാണ് ഇന്ന ആളുകളെ സെലക്ട് ചെയ്താൽ മതി സാമ്പിളായിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈക്വൽ ചാൻസ് അല്ല, ആ പാനൽ സജസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വരുന്നത്. സോ ദാറ്റ് ഈസ് പാനൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും എല്ലാവർക്കും ഈക്വൽ ചാൻസ് അല്ല ടു ഗെറ്റ് സെലക്റ്റഡ്. നെക്സ്റ്റ് ഈസ് സ്നോബോൾ സാമ്പിളിംഗ് ഓർ ചെയിൻ സാമ്പിളിംഗ് ഓർ റഫറൽ സാമ്പിളിംഗ്. അപ്പോൾ ഇവിടെ സ്നോബോൾ സാമ്പിളിംഗ്, ചെയിൻ സാമ്പിളിംഗ്, റഫറൽ സാമ്പിളിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പം എനിക്ക് ഹാർഡ് ടു റീച്ച് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഡ്രഗ് അഡിക്ട്സിനെ പറ്റിയിട്ടൊരു റിസർച്ച് ചെയ്യുവാണ്.
ഓക്കെ. അപ്പോൾ ഈ ഡ്രഗ് അഡിക്ട്സ് 10 പേരെ എനിക്ക് വേണം. ഓക്കെ. അപ്പോൾ എൻ്റെ അറിവിൽ 10 പേരില്ല. എനിക്ക് ഈ ഗ്രൂപ്പിനെ പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഗ്രൂപ്പാണ്. കാരണം ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ എനിക്ക് ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള 10 പേരെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിരിക്കും. അപ്പോൾ അവിടെ ഞാൻ എന്ത് മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്? സ്നോബോൾ സാമ്പിളിംഗ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ സ്നോബോൾ സാമ്പിളിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം അറിയാവുന്ന ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ചിലപ്പോൾ ഒരാളൊക്കെ കാണുമായിരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യും? അയാളുടെ അടുത്ത് പോയിട്ട് ചോദിക്കും. എന്നിട്ട് ഞാൻ അയാളോട് ചോദിക്കും, ഓക്കെ, ഞാനിങ്ങനെ ഒരു ഡ്രഗ് അഡിക്ട്സിനെ പറ്റിയിട്ടൊരു റിസർച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന മറ്റാരെങ്കിലും പരിചയമുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറയും. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യത്തെ സാമ്പിൾ എനിക്ക് അറിയാവുന്ന ഒരാളെ ഞാൻ എടുത്തു. ഇനി അയാൾ സജസ്റ്റ് ചെയ്യുവാണ് ഒരാളെ അല്ലെങ്കിൽ 2 പേരെ. ഞാൻ ആ 2 പേരെ പോയി കാണും. അപ്പോൾ എനിക്ക് 10 പേരെയാണ് വേണ്ടത്. അപ്പോൾ ഓൾറെഡി ഒരാളെ എനിക്ക് കിട്ടി. ആ ഒരാൾ എനിക്ക് 2 പേരും കൂടെ പറഞ്ഞു തന്നു. ഓക്കെ. ഞാൻ ഈ 2 പേരെ മീറ്റ് ചെയ്യുവാണ്. ഈ 2 പേരുടെ അടുത്ത് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ 2 പേരും വേറെ 2 പേരെ പറഞ്ഞു തരുവാണ്. അപ്പോൾ അപ്പോൾ 2 എണ്ണം ആയല്ലോ. അപ്പോൾ 4 എണ്ണമായി. പ്ലസ് ഞാൻ സെലക്ട് ചെയ്ത ആളും 5. അങ്ങനെ പോകുന്നതിനെയാണ് ചെയിൻ സാമ്പിളിംഗ് അല്ലെങ്കിൽ സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നോൺ പ്രോബബിലിറ്റിയിൽ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ആദ്യം എനിക്കറിയാവുന്ന ഒരാൾ, ആ ആളുടെ ഫ്രണ്ട് സർക്കിളിൽ അല്ലെങ്കിൽ അയാളുടെ സർക്കിളിൽ വരുന്ന ആളുകൾക്ക് മാത്രമാണ് സെലക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത്. അല്ലാതെ ഡ്രഗ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ ചാൻസ് ഇല്ല സെലക്ട് ചെയ്യപ്പെടാൻ. സോ അതുകൊണ്ടാണ് അത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ വന്നത്. അപ്പോൾ നമ്മുടെ സാമ്പിള് ഹാർഡ് ടു റീച്ച് ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഈ പറയുന്ന സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയാം. പിന്നെ വരുന്നതാണ് സീക്വൻഷ്യൽ സാമ്പിളിംഗ്. സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ആദ്യം നമ്മളൊരു ചെറിയ സാമ്പിൾ എടുക്കും. ആ സാമ്പിള് നമ്മൾ വിചാരിച്ച നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ വലുതെടുക്കും, അല്ലേ? ഇപ്പം നമ്മൾ ആദ്യം ഒരു ചെറുതെടുക്കും. അപ്പോൾ നമ്മൾ ചെറുതെടുത്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടെ വലുതെടുക്കും. അതിനെയാണ് സീക്വൻഷ്യൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഈസ് കീ ഇൻഫോർമെൻറ്റ് സാമ്പിളിംഗ്. കീ ഇൻഫോർമെൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നേരത്തെ സ്നോബോൾ സാമ്പിളിംഗ് പറഞ്ഞു. സ്നോബോൾ സാമ്പിളിങ്ങിൽ നമുക്ക് വേണ്ട പാർട്ടിസിപ്പൻസിനെയാണ് നമ്മൾ പോയിട്ട് ആദ്യം സെലക്ട് ചെയ്തത്. ഇവിടെ ഇപ്പം കീ ഇൻഫോർമൻറ്റ് സാമ്പിളിംഗ് ആണെങ്കിൽ ചെയിൻ സാമ്പിളിംഗ് പോലെ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ സ്നോബോൾ സാമ്പിളിങ്ങിൽ ഞാൻ ആദ്യം സെലക്ട് ചെയ്ത ആളെന്ന് പറയുന്നത് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളായിരുന്നു. സോറി. അപ്പോൾ ഞാൻ ആദ്യം സെലക്ട് ചെയ്ത ആളെന്ന് പറയുന്നത് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളായിരുന്നു. ഇനി കീ ഇൻഫോർമൻറ്റ് സാമ്പിളിംഗ് ആണെങ്കിൽ ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്ന ആൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളായിരിക്കില്ല, അയാളൊരു ഇൻഫോമർ ആയിരിക്കും. അപ്പോൾ അയാൾക്ക് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആളെ പറ്റി അറിയുന്ന ആളായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഞാൻ പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് പോയിട്ട് പറയുവാണ്, ഞാനിങ്ങനെ ഒരു റിസർച്ച് ചെയ്യുന്നുണ്ട് ഡ്രഗ് അഡിക്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ, അയാളാണ് കീ ഇൻഫോമർ, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള സാമ്പിളിങ്ങിനെയാണ് കീ ഇൻഫോർമൻറ്റ് സാമ്പിളിംഗ് എന്ന് പറയാം. അപ്പോൾ കീ ഇൻഫോർമൻറ്റ് സാമ്പിളിങ്ങും സ്നോബോൾ സാമ്പിളിങ്ങും തമ്മിലുള്ള വ്യത്യാസം, സ്നോബോൾ സാമ്പിളിങ്ങിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്ന ആൾ ആ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾ തന്നെ ആയിരിക്കും. ഓക്കെ. ആ പാർട്ടിസിപ്പൻ്റ് തന്നെ ആയിരിക്കും. പാർട്ടിസിപ്പൻ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾ തന്നെ ആയിരിക്കും നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്ന ആൾ. അതാണ് സ്നോബോൾ സാമ്പിളിംഗ്. കീ ഇൻഫോർമൻറ്റിലാണെങ്കിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുന്നത് ഒരു ഇൻഫോമർ മാത്രമാണ് എന്നുള്ള കാര്യം ഓർക്കുക. സോ that is all about probability and non-probability sampling. Okay. നമ്മൾ അടുത്തത് സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സാമ്പിളിംഗ് ടെക്നീക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഈ സാമ്പിളിനെ നമ്മൾ കളക്ട് ചെയ്യണമല്ലോ. അതായത് ഇപ്പോൾ നമ്മൾ എണ്ണയാണെങ്കിൽ ലിറ്ററിൻ്റെ അളവിലായിരിക്കും, അരിയാണെങ്കിൽ കിലോ കണക്കിനായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ സാമ്പിൾ എടുക്കേണ്ട മെത്തേഡൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഡേറ്റ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡ് അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്കെയിലുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ. പലതരം സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലതരം ഡേറ്റേനെ എന്ത് ചെയ്യുന്നത്? മെഷർ ചെയ്യണത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ മെഷർ എന്ന് പറയുന്നത് നോമിനലാണ്. നമുക്ക് ക്ലാസിഫൈ മാത്രം ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ് വേരിയബിൾ പറഞ്ഞപ്പോൾ, അല്ലേ? ഇപ്പോൾ ഹെയർ കളർ എനിക്ക് ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ.
ബ്ലാക്ക്, ബ്രൗണ്, ബർഗണ്ടി ഇങ്ങനെ എനിക്ക് ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യാനേ പറ്റുള്ളൂ. അതല്ലാതെ ആദ്യം ബ്ലാക്ക്, പിന്നെ ബ്രൗണ്, പിന്നെ ബർഗണ്ടി, അങ്ങനെ എനിക്ക് 1 2 3 എന്ന് റാങ്ക് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് നോമിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നോമിനൽ സ്കെയിൽ ഉപയോഗിച്ചിട്ടായിരിക്കും. അതായത് ജസ്റ്റ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ആണെങ്കിൽ ഞാൻ നോമിനൽ സ്കെയിലായിരിക്കും ഉപയോഗിക്കാം. ഓക്കെ. രണ്ടാമത്തത് ഓർഡിനൽ സ്കെയിലാണ്. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഓർഡറിൽ എഴുതാൻ പറ്റുന്നതാണ്. അതായത് റാങ്കിങ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയാം. അപ്പോൾ ഓർഡറിൽ എഴുതാൻ പറ്റുന്ന ഡേറ്റേനെ ഞാൻ ഏത് സ്കെയിൽ ഉപയോഗിച്ചിട്ടായിരിക്കും മെഷർ ചെയ്യുന്നത്? ഓർഡിനൽ സ്കെയിൽ. ഇനി ഓർഡിനൽ സ്കെയിൽ തന്നെ 2 തരമുണ്ട്. തേഴ്സ്റ്റൺ സ്കെയിലും ലൈക്കേർട്ട് സ്കെയിലും. അതായത് തേഴ്സ്റ്റൺ സ്കെയിൽ എന്ന് പറയുന്നത് ഇപ്പം ആളുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സ്കെയിലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനൊക്കെ എഗ്രി ഡിസഗ്രി ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുകയാണോ, അത്തരത്തിലുള്ള ഒരു സ്കെയിലാണ് തേഴ്സ്റ്റൺ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ലൈക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത് അതൊരു റേറ്റിംഗ് സ്കെയിലാണ്. അതായത് ഇപ്പോൾ നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൊടുക്കാറില്ലേ, അതാണ് ലൈക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. തേഴ്സ്റ്റൺ സ്കെയിൽ എഗ്രി ഡിസഗ്രി ആ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. ഓക്കെ. രണ്ടും എന്ത് തന്നെയാണ്? ഓർഡിനൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഓർഡിനൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓർഡറിൽ എഴുതാൻ പറ്റുന്ന ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യും. ആ ഓർഡിനൽ സ്കെയിൽ തന്നെ 2 തരമുണ്ട്. തേഴ്സ്റ്റൺ സ്കെയിൽ ആൻഡ് ലൈക്കേർട്ട് സ്കെയിൽ. തേഴ്സ്റ്റൺ സ്കെയിൽ എന്ന് പറയുന്നത് എഗ്രി ഡിസഗ്രി ഫോർമാറ്റിൽ ഉള്ളതായിരിക്കും. ലൈക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത് റേറ്റിംഗ് സ്കെയിലായിരിക്കും. അതായത് ഇപ്പം ഗുഡ്, വെരി ഗുഡ്, എക്സ്ട്രാ ഓർഡിനറി, എക്സലൻ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലായിരിക്കും ലൈക്കേർട്ട് സ്കെയിൽ പോകുന്നത്. ഓക്കെ. മൂന്നാമത്തെ സ്കെയിലാണ് ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവെല്ലും റേഷ്യോയും നമ്മൾ ഒരുമിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഇൻ്റർവെൽ റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഓർഡറിൽ എഴുതാം, അതുപോലെ തന്നെ ഈക്വൽ യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ മാത്സിൻ്റെ മാർക്ക്, കുറേ ആളുകളുടെ മാത്സിൻ്റെ മാർക്ക് അപ്പോൾ 10നും 20നും ഇടയിൽ കിട്ടിയത്, 20നും 30നും ഇടയിൽ, 30നും 40നും ഇടയിൽ, 40നും 50നും ഇടയിൽ, ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ് ഇൻ്റർവെൽ സ്കെയിൽ അല്ലെങ്കിൽ റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റർവെൽ സ്കെയിലും റേഷ്യോ സ്കെയിലും നമുക്ക് ഇതുപോലെ ക്ലാസിഫൈ ചെയ്ത് ഓർഡറിൽ എഴുതി ഈക്വൽ യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ 10ന് 20ന്, 20ന് 30ന് ഇങ്ങനെ ഈക്വൽ യൂണിറ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിളുകളാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സ്കെയിൽ രണ്ടും യൂസ് ചെയ്യാം. പക്ഷേ അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവെൽ സ്കെയിലിൽ നമുക്ക് മൈനസ് പോസിബിൾ ആണ്, പക്ഷേ റേഷ്യോയിൽ നമുക്ക് 0യിൽ നിന്നേ തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും റേഷ്യോ സ്കെയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും സ്പീഡിന് മൈനസ് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ റേഷ്യോ സ്കെയിൽ വെച്ചിട്ട് മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ടെമ്പറേച്ചർ ആണെങ്കിലോ നമുക്ക് ഇൻ്റർവെൽ സ്കെയിൽ യൂസ് ചെയ്യാം, കാരണം അതിനകത്ത് മൈനസ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതാണ് ആകെയുള്ള വ്യത്യാസം. അപ്പോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും മൈനസ് വരില്ല എന്നുള്ളത് ഓർത്താൽ മതി. ഓക്കെ. അപ്പം അത്രയാണ് റേഷ്യോ ഇൻ്റർവെൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സാണ്. ഇത് റീസെൻ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതുകൊണ്ടാണ് ഇത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. 6th ഡിസൈൽ. അപ്പോൾ ഡിസൈൽ എന്ന് പറയുമ്പോൾ ഡെസി എന്ന് പറയുമ്പോൾ 10 എന്നാണ് അല്ലേ, 10. അപ്പോൾ ഡിസൈൽ എന്ന് പറയുന്നത് 10 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി 6 എന്ന് പറയുമ്പോൾ 60-40 എന്ന് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ 10 ഈക്വൽ പാർട്ടായിട്ട് നമുക്ക് കിട്ടിയ ഡേറ്റകളെ 10 ഈക്വൽ പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ. എന്നിട്ട് അതിൽ ലോവസ്റ്റ് 60യും ഹയസ്റ്റ് 40യും എടുക്കും. ഓക്കെ. അങ്ങനെ ആ ഒരു മെത്തേഡിൽ നമ്മൾ ഈ ഡേറ്റേനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് 6th ഡിസൈൽ എന്ന് പറയാം. അപ്പോൾ നമുക്ക് മൊത്തം കിട്ടിയ ഡേറ്റേനെ നമ്മൾ 10 ഈക്വൽ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് ലോവസ്റ്റ് 60യും ഹയസ്റ്റ് 40 സെപ്പറേറ്റ് ചെയ്യും. അതിനെയാണ് 6th ഡിസൈൽ എന്ന് പറയുന്നത്. ഓക്കെ. ലോവസ്റ്റ് 60യും ഹയസ്റ്റ് 40യും. ഓക്കെ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് സ്റ്റുഡൻറ്റ് സ്കോഴ്സ് ഇൻ ദ 6th ഡിസൈൽ ഓൺ എ ടെസ്റ്റ്, അതായത് ഒരു ടെസ്റ്റിൽ ഒരു സ്റ്റുഡൻറ്റ് 6th ഡിസൈൽ സ്കോർ ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദേ ഹാവ് സ്കോർഡ് ബെറ്റർ ദാൻ 60 ഓഫ് ദി അതർ സ്റ്റുഡൻറ്റ്സ്. അതായത് 60% കുട്ടികളെക്കാളും നന്നായിട്ട് ആ കുട്ടി സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ലോവസ്റ്റ് 60, ഹയസ്റ്റ് 40. അപ്പോൾ ഒരു കുട്ടി 6th ഡിസൈൽ സ്കോർ ചെയ്തു ഒരു ടെസ്റ്റിലെന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മൊത്തം കുട്ടികളുടെ മാർക്ക് എടുക്കുമ്പോൾ 60% കുട്ടികളെക്കാളും മാർക്ക് ആ കുട്ടി നേടിയിട്ടുണ്ട് എന്നാണ് 6th ഡിസൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മാർക്ക്
കിട്ടിയ കുട്ടികളെ 10 ഈക്വൽ ഭാഗമാക്കി തിരിച്ചിട്ട് അതിനകത്തെ ലോവസ്റ്റ് 60യും ഹയസ്റ്റ് 40യും. അപ്പോൾ ഈ 6th ഡിസൈൽ കിട്ടിയ കുട്ടി എന്ന് പറയുന്നത് 60% മാർക്ക് അതായത് 60% കുട്ടികളെക്കാളും ബെറ്റർ ആയിട്ടാണ് ആ കുട്ടി സ്കോർ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. സോ ദാറ്റ് ഈസ് 6th ഡിസൈൽ. ഇനി 3rd ക്വാർട്ടൈൽ. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 1/4 ആണ്. അപ്പോൾ 3rd ക്വാർട്ടൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ മുക്കാൽ ഭാഗം എന്നുള്ളതാണ് അല്ലേ 3rd ക്വാർട്ടൈൽ. 3/4 ആണ്. അതായത് നമ്മൾ 100 എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 75 അല്ലേ. അപ്പോൾ 75th ആണ്. ഓക്കെ, അതായത് 75% ബിലോയിലുള്ള ഡേറ്റേനെയാണ് നമ്മൾ 3rd ക്വാർട്ടൈൽ എന്ന് പറയുക. 75% താഴെയുള്ളത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ 6th ഡിസൈൽ എന്ന് പറയുമ്പോൾ 60% ക്കാളും സ്കോർ ചെയ്ത കുട്ടി. ഇവിടെ 3rd ക്വാർട്ടൈൽ എന്ന് പറയുമ്പോൾ ആ 75% താഴെയുള്ളത് അല്ലേ. അതായത് 1/3/4 അപ്പം 4ൽ 3 എന്ന് വരുന്നതാണ്. നെക്സ്റ്റ് ഈസ് 67th percentile, ഗ്രേറ്റർ ദാൻ 67% ഓഫ് അതർ വാല്യൂസ്. അതായത് മൊത്തം വാല്യൂസിന് എടുത്തു കഴിയുമ്പോൾ ആ വാല്യൂസിലെ 67%-നേക്കാൾ കൂടുതലുള്ളത് ആണ് 67th percentile എന്ന് പറയാം. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. 6th ഡിസൈൽ മൊത്തം കിട്ടിയതിനെ 10 ഭാഗമാക്കും, ഈക്വൽ 10 ഭാഗമാക്കിയിട്ട് അതിലെ ഏറ്റവും കുറവ് കിട്ടിയ 60%-നേക്കാളും മുകളിലുള്ള, അതായത് 40%. ഓക്കെ, 3rd ക്വാർട്ടൈൽ എന്ന് പറയുന്നത് 4ൽ 3 ആണ്, അതായത് 75%-നേക്കാൾ കൂടുതൽ. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു ഏരിയ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഡേറ്റയൊക്കെ കളക്ട് ചെയ്തു. ഇനി നമ്മൾ ഈ ഡേറ്റ ഉപയോഗിച്ചിട്ട് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ടെസ്റ്റിംഗ് മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 തരം ടെസ്റ്റിംഗ് ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു മെത്തേഡാണ് 2 പറയുന്നത്, 1 tailed 2 tailed. ഓക്കെ, അപ്പോൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് 2 തരമുണ്ട്, 1 tailed 2 tailed. 1 tailed എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റ വാലുള്ളതെന്ന് ആലോചിച്ചാൽ മതി. 1 tailed ഫോക്കസസ് ഓൺ 1 സൈഡ്, ഒരു സൈഡ് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ഓക്കെ, ഈതർ അത് ലെഫ്റ്റ് സൈഡ് ആയിരിക്കും അല്ലെങ്കിൽ അത് റൈറ്റ് സൈഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഒന്നില്ലെങ്കിൽ കൂടുന്നുണ്ടോ എന്ന് മാത്രം നോക്കും, അല്ലെങ്കിൽ കുറയുന്നുണ്ടോ എന്ന് മാത്രം നോക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാണ് നോക്കുന്നതെങ്കിൽ അത് 1 tailed ടെസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 tailed ടെസ്റ്റ് എന്തായിരിക്കും? ഈ പറയുന്ന കൂടുന്നതും കുറയുന്നതും രണ്ടും ഒരുമിച്ച് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? 2 tailed ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മേജർ ഏരിയയാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിനെ തന്നെ വേറൊരു ഏരിയയാണ് പാരാമെട്രിക് ടെസ്റ്റിങ്ങും നോൺ പാരാമെട്രിക് ടെസ്റ്റിങ്ങും. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കേണ്ട ഒരു ഏരിയയാണ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിനെ നമുക്ക് പാരാമെട്രിക് എന്നും നോൺ പാരാമെട്രിക് എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ പാരാമെട്രിക് ടെസ്റ്റിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പാരാമെട്രിക് ടെസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. പാരാമെട്രിക് ആണ്, പാരാമെട്രിക് നോൺ പാരാമെട്രിക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പാരാമെട്രിക് ടെസ്റ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പാരാമെട്രിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ നമ്പറിൻ്റെ രൂപത്തിലായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഡേറ്റ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നമുക്ക് മീൻ വാല്യൂ കണ്ടെത്താൻ പറ്റും അല്ലേ, ആവറേജ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, പാരാമെട്രിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, അതിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ സാമ്പിൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മീൻ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് കയ്യിലുള്ളത് നമ്പറിൻ്റെ രൂപത്തിലാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. സോ നമുക്ക് മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇനി ഇൻ്റർവെൽ ആൻഡ് റേഷ്യോ സ്കെയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇൻ്റർവെല്ലിലും റേഷ്യോയിലും നമുക്ക് നമ്പറുകളാണ് ഉള്ളത്. അതേസമയം നോമിനലിലും ഓർഡിനലിലും നമുക്ക് ഡേറ്റ വേർഡ്സിൻ്റെ രൂപത്തിലുള്ളത് വരാം അല്ലേ. ഇപ്പോൾ ഹെയർ കളർ അത് വേർഡ്സിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അത് എവിടെ വരില്ല? പ്രോബബിലിറ്റിയിൽ വരില്ല. അപ്പോൾ പാരാമെട്രിക്കിൽ വരില്ല. അപ്പോൾ പാരാമെട്രിക് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മീൻ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവെൽ ആൻഡ് റേഷ്യോ സ്കെയിലാണത് യൂസ് ചെയ്യുക. ഇനി
പാരാമെട്രിക് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒരു കാര്യം അസ്യൂം ചെയ്യുന്നുണ്ട്. ആ അസ്യൂം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്യും. എന്താണ് ഈ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ വാല്യൂവും ആവറേജിനോട് ചേർന്നായിരിക്കും കിടക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിൻ്റെ മാർക്ക്, ഞാൻ എല്ലാ എക്സാമ്പിളും മാത്സിൻ്റെ മാർക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാത്സിൻ്റെ മാർക്ക് എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ, നമ്മൾ എടുത്തിരിക്കുന്ന സാമ്പിളുകളുടെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആവണമെങ്കിൽ ഏകദേശം എല്ലാ കുട്ടികൾക്കും ഒരു 40-45, അല്ലെങ്കിൽ ഇപ്പോൾ 10 മാർക്കാണെങ്കിൽ ഏകദേശം എല്ലാവർക്കും 10, 9, 8 അങ്ങനെയായിരിക്കണം മാർക്ക്. അതല്ലാതെ ഒരാൾക്ക് 10, ഒരാൾക്ക് 2, ഒരാൾക്ക് 50, ഒരാൾക്ക് 49, പിന്നെ ഒരു 5-6 പേർക്ക് 3, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആയിരിക്കില്ല. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ സാമ്പിളുകളുടെയും വാല്യൂ ഏകദേശം അടുത്തായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ആലോചിച്ചാൽ മതി സിമ്പിളായിട്ട്. അതായത് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കാത്തവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവർക്കാണെങ്കിൽ അത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് ഇത് പറയുന്നത്. അപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. ഡിസ്ട്രിബ്യൂഷൻ നോർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഇൻഡിവിജ്വൽ സാമ്പിളും ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് ലാർജ് സാമ്പിളിലാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് നടത്തുക. ഓക്കെ, അപ്പോൾ 2 തരം ടെസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു, പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും. അപ്പോൾ പാരാമെട്രിക് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. മീൻ വാല്യൂ കണ്ടെത്താൻ പറ്റും. ഇൻ്റർവെൽ ആൻഡ് റേഷ്യോ സ്കെയിലാണ് യൂസ് ചെയ്യുക. പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആയിരിക്കും. ലാർജ് സാമ്പിളിലായിരിക്കും നമ്മളത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി പാരാമെട്രിക് ടെസ്റ്റിൻ്റെ ടൈപ്പുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് നോൺ പാരാമെട്രിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ പാരാമെട്രിക് ടെസ്റ്റിന് ടൈപ്പുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ടൈപ്പാണ് പെയേർഡ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെയേർഡ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഗ്രൂപ്പിൻ്റെ പ്രീ ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് കമ്പയർ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഹോർലിക്സ് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ ഹൈറ്റ് കൂടും എന്നുള്ളൊരു റിസർച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഗ്രൂപ്പിനെ എടുത്തിട്ട് ഈ ഹോർലിക്സ് കൊടുക്കുന്നതിന് മുന്നേ ഇവരുടെ എല്ലാവരുടെയും ഹൈറ്റ് മെഷർ ചെയ്ത് വെച്ചു. ഇനി ഇവർക്ക് എല്ലാവർക്കും ഹോർലിക്സ് കൊടുത്തിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഇവരുടെ എല്ലാവരുടെയും ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് റിസൾട്ടുകളെ കമ്പയർ ചെയ്യുവാണ്. ഇവിടെ ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ, അല്ലേ? 2 ഗ്രൂപ്പില്ല, ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. ആ ഒരു ഗ്രൂപ്പിനെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുന്നേ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷമുള്ളത് കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് പെയേർഡ് ടി ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഗ്രൂപ്പിനെ തന്നെ, ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. ഞാൻ ഒരു ഗ്രൂപ്പ് എന്ന് എടുത്ത് പറയാൻ കാരണം 2 ഗ്രൂപ്പ് വരുന്ന ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പെയേർഡ് ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. ആ ഗ്രൂപ്പിൻ്റെ പ്രീ ആൻഡ് പോസ്റ്റ് ടെസ്റ്റ് റിസൾട്ടുകളെ കമ്പയർ ചെയ്യുന്നതിനെയാണ് പെയേർഡ് ടി ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് അൺപെയേർഡ് ടി ടെസ്റ്റ്. അൺപെയേർഡ് ടി ടെസ്റ്റ് അഥവാ സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതും എന്ത് തന്നെയാണ്? ഒരു പാരാമെട്രിക് ടെസ്റ്റിംഗ് മെത്തേഡ് തന്നെയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിക്കുക. നമ്മൾ നേരത്തെ ഒരു ഗ്രൂപ്പിന് ഹോർലിക്സ് കൊടുക്കുന്നതിന് മുന്നേ കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത് കമ്പയർ ചെയ്തു. അതാണ് പെയേർഡ് ടി ടെസ്റ്റ്. ഇനി അൺപെയേർഡ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത് 2 അൺറിലേറ്റഡ് ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് 2 ഗ്രൂപ്പ് ആളുകളെ എടുത്തു. ഓക്കെ, എന്നിട്ട് ഒരു ഗ്രൂപ്പിന് ഹോർലിക്സ് കൊടുത്തു, ഒരു ഗ്രൂപ്പിന് ഹോർലിക്സ് കൊടുത്തില്ല. എന്നിട്ട് ഈ 2 പേരുടെയും ഹൈറ്റുകളെ കമ്പയർ ചെയ്യുവാണെങ്കിൽ അതിനെയാണ് അൺപെയേർഡ് ടി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതും പാരാമെട്രിക്കിൽ തന്നെയാണ് വരിക. അപ്പോൾ പെയേർഡ് ടി ടെസ്റ്റ്, അൺപെയർഡ് ടി ടെസ്റ്റ് അഥവാ സ്റ്റുഡൻറ്റ് ടി ടെസ്റ്റ്. ഇനി മൂന്നാമത്താണ് എഫ് ടെസ്റ്റ്. എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് 2 അതിൽ കൂടുതലോ ആളുകളുടെ മീനിനെ കമ്പയർ ചെയ്യുന്നതാണ്. ഓക്കെ, 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതാണ് എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, സാമ്പിൾ സൈസ് 30ൽ കൂടാൻ പാടില്ല എഫ് ടെസ്റ്റിൽ. ഓക്കെ, അപ്പോൾ എഫ് ടെസ്റ്റിൽ സാമ്പിൾ സൈസ് 30ൽ കൂടാൻ പാടില്ല. അപ്പോൾ 30ൽ കൂടാത്ത സാമ്പിൾ സൈസുള്ള ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യുന്നതിനെയാണ് എഫ് ടെസ്റ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് അനോവ, അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇത് കുറച്ചും കൂടെ വലിയ ഒരു ഗ്രൂപ്പിലാണ് നമ്മൾ അനോവ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 3 അതിൽ കൂടുതലോ ഗ്രൂപ്പുകളാണെങ്കിൽ നമ്മൾ അനോവ ടെസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഇനി Z ടെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ വലിയ സാമ്പിളിൽ ചെയ്യുന്നതാണ് Z ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പെയർഡ് ടി ടെസ്റ്റും അൺപെയർഡ് ടി ടെസ്റ്റും ആണ് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പാരാമെട്രിക് ടെസ്റ്റുകൾക്ക് ഉദാഹരണമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. ഡേറ്റ നമ്പറിൻ്റെ രൂപത്തിലായിരിക്കില്ല, വേർഡ്സിൻ്റെ രൂപത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്പർ ആയിരിക്കണമല്ലോ, ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പറിൻ്റെ രൂപത്തിലായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്പറിൻ്റെ രൂപത്തിലല്ലാത്തിടത്തോളം നമ്മൾ എന്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? മീഡിയൻ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ടെൻഡൻസി തന്നെയാണ്. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റേനെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ എഴുതും. അതായത് ഇപ്പം കേരളത്തിലെ നദികളെ ആണ് നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നമുക്ക് നോൺ പാരാമെട്രിക്കേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ പേരുകളാണല്ലേ, നദികളുടെ പേരാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? നദികളെ നദിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ എഴുതും. എന്നിട്ട് 10 നദികൾ അല്ലെങ്കിൽ 10 നദികളുണ്ടെങ്കിൽ അതിൻ്റെ നടുക്കുള്ള അത് എടുത്തിട്ട് അതായിരിക്കും നമ്മുടെ മീഡിയൻ ആയിട്ട് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ മൊത്തം ഇപ്പോൾ മാത്സിൻ്റെ മാർക്കാണെങ്കിൽ 10 പേരുടെ മാത്സിൻ്റെ മാർക്ക് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്തപ്പോൾ നമുക്ക് മീൻ കിട്ടി. ഓക്കെ, അത് നമുക്ക് നമ്മുടെ ഡേറ്റ നമ്പറിൻ്റെ രൂപത്തിലായതുകൊണ്ടാണ് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയത്. ഇനി നമ്മുടെ ഡേറ്റ വേർഡ്സിൻ്റെ രൂപത്തിൽ ഇപ്പം നദികളുടെ പേര്, രാജ്യത്തിൻ്റെ പേര്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഈ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ നദികളുടെ പേര് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ എഴുതും. എന്നിട്ട് അതിൻ്റെ നടുക്കുള്ള ഇത് ഇപ്പോൾ 10 ഉണ്ടെങ്കിൽ അതിൻ്റെ നടുക്കുള്ളതിനെ നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ മീഡിയൻ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലുകൾ ഏതായിരിക്കും? ഓർഡിനൽ അല്ലെങ്കിൽ നോമിനൽ അല്ലേ. ഓർഡറിൽ എഴുതുക അല്ലെങ്കിൽ ജസ്റ്റ് നെയിം ചെയ്യുക. ഇത് രണ്ടും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഡേറ്റ എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുക എന്ന് പറയുന്നതിന് ഇവിടെ പ്രസക്തിയില്ല. അപ്പോൾ അതുകൊണ്ട് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് മെൻഷൻ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചെറിയ സാമ്പിളിലായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. കാരണം ഇതിനെല്ലാത്തിനെയും നമ്മൾ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ എഴുതണ്ടേ. അപ്പോൾ ഒരുപാട് സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്കത് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പിൾ സൈസ് വളരെ ചെറുതായിരിക്കും ഈ പറയുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റിലെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മെയിൻ ആയിട്ടുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റുകളാണ് നമുക്കുള്ളത്. കൈ സ്ക്വയർ ടെസ്റ്റും സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനും. അപ്പോൾ അതിനകത്ത് കൈ സ്ക്വയർ ടെസ്റ്റിൽ നമ്മൾ ഗ്രൂപ്പുകളെ എന്ത് ചെയ്യും? നോമിനൽ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യും? മെഷർ ചെയ്യും. ഓക്കെ, നമുക്ക് നെയിം മാത്രം ചെയ്യുന്ന രീതിയാണ് സ്കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പിയർമാൻസ് റാങ്ക് എന്ന് പറയുമ്പോൾ റാങ്കിങ് ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും? ഓർഡിനൽ. ഓക്കെ, റാങ്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇത്രയാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിൽ മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി റിസർച്ചിൻ്റെ അപ്രോച്ചുകളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കണക്ട് ചെയ്തങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇത് അത്ര ഡിഫിക്കൽട്ടൊന്നല്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിസർച്ചിന് 2 അപ്രോച്ചാണുള്ളത്, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്പറിൻ്റെ രൂപത്തിലായിരിക്കും ഡേറ്റ, ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ വേർഡ്സിൻ്റെ രൂപത്തിലായിരിക്കും. ഓക്കെ, ഇനി നമ്പറിൻ്റെ രൂപത്തിലെന്ന് പറയുമ്പോൾ എപ്പോഴും സ്ട്രക്ചേർഡ് ആയിരിക്കും, വേർഡ്സിൻ്റെ രൂപത്തിലെന്ന് പറയുമ്പോൾ അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. ഓക്കെ, ഇനി ക്വാണ്ടിറ്റേറ്റീവ് എന്തിന് സിമിലറാണ്? ഡിഡക്റ്റീവിന് സിമിലറാണ്. ക്വാളിറ്റേറ്റീവ് ഇൻഡക്റ്റീവിന് സിമിലറാണ്. ഇതങ്ങ് കാണാതെ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കും അല്ലേ. നമ്പർ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് അല്ലേ. ഇപ്പോൾ ഒരു നമ്പറിന് ഇപ്പോൾ ഞാൻ 10 എന്ന് പറയുമ്പോൾ ഞാൻ 10 എന്ന് പറയുന്നൊരു നമ്പർ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്കും നിങ്ങളുടെ മനസ്സിലേക്കും എല്ലാവരുടെ മനസ്സിലേക്കും 10 എന്ന് തന്നെയല്ലേ വരിക, വേറെ അതിന് അർത്ഥങ്ങളൊന്നുമില്ല. അതേസമയം ഞാനൊരു വേർഡാണ് പറയുന്നതെങ്കിലോ അത് സബ്ജക്റ്റീവാണ് അല്ലേ. ഇപ്പോൾ ഞാൻ വൈറ്റ് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ മനസ്സിലേക്ക് ഓരോന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. ചിലരുടെ മനസ്സിലേക്ക് മഞ്ഞായിരിക്കും വന്നിട്ടുണ്ടാവുക, ചിലരുടെ മനസ്സിലേക്ക് ഐസ്ക്രീം ആയിരിക്കും വന്നിട്ടുണ്ടാവുക, ചിലരുടെ മനസ്സിലേക്ക് പാലായിരിക്കും, ചിലരുടെ മനസ്സിലേക്ക് മുല്ലപ്പൂവായിരിക്കും. അപ്പോൾ അങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ക്വാളിറ്റേറ്റീവ് എപ്പോഴും സബ്ജക്റ്റീവാണ്, ക്വാണ്ടിറ്റേറ്റീവ് എപ്പോഴും ഒബ്ജക്റ്റീവാണ്. ഓക്കെ, ഇനി പോസിറ്റീവിസ്റ്റിക് ആണ് ക്വാണ്ടിറ്റേറ്റീവ്. അപ്പോൾ പോസിറ്റീവിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ച് വെക്കുക. അപ്പോൾ പോസിറ്റീവിസ്റ്റിക് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ്,
പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് എപ്പോഴും എംപിരിക്കൽ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അല്ലേ. ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാൻ പറ്റും അല്ലേ, നമുക്ക് പ്രൂഫൊക്കെ എവിഡൻസൊക്കെ പറയാൻ പറ്റുന്നതാണ്. അതേസമയം ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മുടെ ഒരു സാധ്യതേനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് പറയുക. ഓക്കെ, സോ ദാറ്റ് ഈസ് അപ്രോച്ചസ് ഇൻ റിസർച്ച്. ഇനി വരുന്നതാണ് ടൈപ്സ് ഓഫ് റിസർച്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസർച്ചിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബേസിക് റിസർച്ച് അഥവാ ഫണ്ടമെൻ്റൽ റിസർച്ചാണ്. അതായത് ഇപ്പം നമ്മൾ ഓരോ തിയറിയൊക്കെ കണ്ടുപിടിക്കുന്നില്ലേ, അതൊക്കെ ബേസിക് റിസർച്ചാണ്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു തിയറി പുതിയതായിട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതെന്ത് റിസർച്ച് ആയിരിക്കും, ബേസിക് റിസർച്ച് ആയിരിക്കും. ഓക്കെ, അത് പുതിയ നോളജ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കപ്പെടുകയാണ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ പുതിയ തിയറികളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അതിങ്ങനെ നമ്മുടെ നോളജ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കും. സോ ദാറ്റ് ഈസ് ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റിസർച്ച്. ഇനി അപ്ലൈഡും ഉണ്ട്, ആക്ഷൻ റിസർച്ചും ഉണ്ട്. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഈ രണ്ട് റിസർച്ചും, അതായത് അപ്ലൈഡ് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും രണ്ട് റിസർച്ചും ബേസിക് റിസർച്ചിൻ്റെ ആപ്ലിക്കേഷനാണ്. അതായത് ഇപ്പം നമ്മളൊരു തിയറി അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുകയാണെങ്കിൽ അതാണ് അപ്ലൈഡ് എന്ന് പറയുന്നതും ആക്ഷൻ എന്ന് പറയുന്നതും. ഇനി രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ജനറൽ ആപ്ലിക്കേഷനാണ്. അതായത് ഇപ്പം ന്യൂട്ടൻ്റെ തേർഡ് ലോ അത് നമ്മൾ ജനറലിയാണ് അപ്ലൈ ചെയ്യുന്നത്. അതേസമയം ന്യൂട്ടൻ്റെ തേർഡ് ലോ വെച്ചിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തെ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കുകയാണെങ്കിൽ അത് ആക്ഷൻ റിസർച്ചാണ്. ഓക്കെ, അതായത് ചിലപ്പോൾ ആ ഒരു പ്രദേശത്തെ സൊല്യൂഷൻ മാത്രമായിരിക്കും അത്. ഓക്കെ, അതായത് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. വിക്സ് ആക്ഷൻ 500 നമ്മൾ കഴിക്കുന്ന എന്തിനാണ്, പെട്ടെന്ന് തലവേദന കുറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ക്വിക്കായിട്ടുള്ളൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് ആ പ്രദേശത്ത് മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആവുക. അതായത് ഇപ്പോൾ ഒരു പ്രദേശത്തൊരു പ്രോബ്ലം വന്നു, ആ പ്രദേശത്തിലെ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു തിയറി അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ അത് ആക്ഷൻ റിസർച്ചാണ്. അപ്ലൈഡ് എന്ന് പറയുന്നത് ജനറലായിട്ട് നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് റിസർച്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് അപ്ലൈഡ് എന്ന് പറയുക. അപ്പോൾ അപ്ലൈഡ് എന്ന് പറയുന്ന ഒരു ജനറൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന റിസർച്ചാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി അനലിറ്റിക്കൽ റിസർച്ച്. അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു കാര്യത്തിനെ അനലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡെപ്ത് സ്റ്റഡി നടത്തും. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ഇൻഡെപ്ത് സ്റ്റഡി നടത്താനാണെങ്കിൽ നമ്മൾ ഏത് റിസർച്ച് ആയിരിക്കും ചെയ്യുക, അനലിറ്റിക്കൽ റിസർച്ച് ആയിരിക്കും ചെയ്യുക. ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാണെങ്കിലോ നമുക്ക് ഈതർ അപ്ലൈഡ് അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് ചെയ്യാം. ഇനി പുതിയ നോളേജ് ആഡ് ചെയ്യാനാണെങ്കിൽ ബേസിക് റിസർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നീഡുകൾ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പേർപ്പസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ റിസർച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് കോൺസെപ്ച്വൽ റിസർച്ച്. അതായത് കോൺസെപ്റ്റ് മാത്രം കൊടുക്കുന്ന റിസർച്ച് ഉണ്ടാവും. അതായത് ഇപ്പോൾ ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ ചെയ്യുന്ന റിസർച്ച് എപ്പോഴും കോൺസെപ്ച്വൽ ആയിരിക്കും. അതിനകത്ത് പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി ഒന്നും കാണില്ല, അതായത് പ്രാക്ടിക്കൽ എക്സിസ്റ്റൻസ് കാണില്ല. അപ്പോൾ അത്തരത്തിലുള്ള റിസർച്ചാണ് കോൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത്. ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രമേ കാണുള്ളൂ, അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത തരം റിസർച്ചുകളെയാണ് നമ്മൾ കോൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, തിയററ്റിക്കൽ മാത്രമായിരിക്കും അത്, അതിന് പ്രാക്ടിക്കൽ സൈഡ് ഉണ്ടാവില്ല. നെക്സ്റ്റ് ഈസ് എംപിരിക്കൽ റിസർച്ച്. എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിനെയും ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു കാര്യം റിസർച്ച് ചെയ്യുന്നതെങ്കിൽ അത് എംപിരിക്കൽ റിസർച്ചാണ്. അതായത് എക്സ്പെരിമെൻ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മളൊരു റിസർച്ച് ചെയ്യുന്നതെങ്കിൽ അത് എംപിരിക്കൽ റിസർച്ച് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് റിസർച്ച്. നമ്മൾ കൂടുതലും മെഡിക്കൽ സയൻസിലൊക്കെ ചെയ്യുന്ന റിസർച്ച് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ആയിരിക്കും. അതായത് ഒരു പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുവാണെങ്കിൽ അതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പനി വന്ന് നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ പനിയുടെ കാരണം എന്താണെന്ന് അറിയാനാണ് നമ്മൾ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു തരത്തിൽ നമുക്കൊരു ഡയഗ്നോസ്റ്റിക് റിസർച്ച് ആണെന്ന് പറയാം. അതിൻ്റെ കാരണം എന്താണ്, ഡിസ്കവർ വാട്ട് ഈസ് ഹാപ്പനിങ്, അതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോറിലേഷണൽ റിസർച്ച്. കോറിലേഷണൽ റിസർച്ച് എന്ന് പറയുന്നത് രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തിനെ
പറ്റി പഠിക്കാൻ, അതായത് ഈ രണ്ട് വേരിയബിളുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യുവാണെങ്കിൽ അതാണ് കോറിലേഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് രണ്ട് വേരിയബിളുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം ചെയ്യുന്ന റിസർച്ചാണ് കോറിലേഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. ആ രണ്ട് വേരിയബിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റിസർച്ചാണത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫെനമിനോളജിക്കൽ റിസർച്ച്. അതായത് ഫെനമിനോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഫിനോമിനയെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസ്, ലിവ്ഡ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഇപ്പോൾ ജോലി സ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം എന്ന ഒരു റിസർച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതൊരു ഫെനമിനോളജിക്കൽ റിസർച്ചാണ്. നമ്മൾ ആ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഇടത്ത് പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ലിവ്ഡ് എക്സ്പീരിയൻസ്, അവരെന്താണ് അനുഭവിക്കുന്നത് എന്ന് നമ്മൾ നേരിട്ട് കണ്ടിട്ടാണ് നമ്മൾ ആ റിസർച്ച് ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള റിസർച്ചിനെയാണ് നമ്മൾ ഫെനമിനോളജിക്കൽ റിസർച്ച് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഓർ ഫോർമലൈസ്ഡ് റിസർച്ച്. അതായത് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്താണ് സ്വർണ്ണമുണ്ട് എന്ന് നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ചുമ്മാ പോയിട്ട് അങ്ങ് ഖനനം ചെയ്യാൻ പറ്റില്ല. കാരണം ഖനനം ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് ചെയ്യും. അതായത് ഇവിടെ അങ്ങനെ ഒരു ഇതിൻ്റെ ഈ മണ്ണിനടിയിൽ അങ്ങനത്തെ ഒരു സാമ്രാജ്യത്തിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ആദ്യം റിസർച്ച് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ആ ഖനനം ചെയ്യാൻ പോവുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു റിസർച്ചിനെയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഒരു കാര്യത്തിനെ പറ്റി എക്സ്പ്ലോർ ചെയ്യുകയാണ്, അതായത് അധികം നമുക്ക് അറിവില്ലാത്തൊരു ഏരിയനെ പറ്റിയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ്. എന്തിനാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്? ആ ഏരിയ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള റിസർച്ചിനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പൈലറ്റ് സ്റ്റഡിയൊക്കെ അതിനൊരു ഉദാഹരണമാണ്. അതായത് ഒരു റിസർച്ച്, ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫെർദർ റിസർച്ചിന് സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റിസർച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ റിസർച്ചിനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എപ്പോഴും ഇനി നടക്കാൻ പോകുന്ന ഒരു വലിയ റിസർച്ചിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്സ്പ്ലനേറ്ററി റിസർച്ച്. അതായത് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതിൻ്റെ കാരണം എന്താണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന റിസർച്ചാണ് എക്സ്പ്ലനേറ്ററി. ഡയഗ്നോസ്റ്റിക് വേറെയാണ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പനി വന്നു, ആ പനിയുടെ കാരണം എന്താണെന്ന് ഡിസ്കവർ ചെയ്യാൻ. ഇനി ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഓക്കെ, അതാണ് എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്. എക്സ്പെരിമെൻ്റൽ റിസർച്ച് എന്ന് പറയുമ്പോൾ 2-3 കീ വേർഡുകൾ നിങ്ങൾ നോട്ട് ചെയ്യണം. കോസ് ആൻഡ് ഇഫക്റ്റ്. കോസും ഇഫക്റ്റും നമ്മൾ പഠിക്കും. ഇതിൻ്റെ കാരണം ഇതാണ് എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. കോസൽ റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ക്യാൻസറിൻ്റെ കാരണം സ്മോക്കിംഗ് ആണ് എന്ന് നമ്മൾ പറയുന്നത് എന്തായിരിക്കും? ഒരു എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആയിരിക്കും. അടുത്തത് എക്സ്പോസ്ഡ് ഫാക്ടോയും ഹിസ്റ്റോറിക്കലും ഒരുമിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എക്സ്പോസ്ഡ് ഫാക്ടോ എന്ന് പറയുന്നത് ഒരു കാര്യം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം പഠിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കമ്പനി തകർന്നു. അപ്പോൾ ആ കമ്പനി തകരാനുണ്ടായ കാരണത്തിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അതെപ്പോഴായിരിക്കും നമ്മൾ പഠിക്കുന്നത്? ആ കമ്പനി തകർന്നു കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം സംഭവിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതാണ് എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിസർച്ചും അങ്ങനെ തന്നെയല്ലേ അല്ലേ? കഴിഞ്ഞു പോയ കാര്യത്തിനെ പറ്റിയിട്ടാണല്ലോ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ നമുക്ക് ഹൈപ്പോത്തിസിസ് ഒന്നും ഫോർമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊന്നും പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. കാരണം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിനെ പറ്റി നമ്മൾ ചുമ്മാ പറയുന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ഹൈപ്പോത്തിസിസ് ഒക്കെ വെച്ച് നമ്മൾ അതിനെ പ്രൂവ് ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് രണ്ടും സംഭവിച്ച് കഴിഞ്ഞിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ എക്സ്പോസ്ഡ് ഫാക്ടോയിൽ നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്ത് നമ്മൾ അതിനെ പ്രൂവ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനി തകരാനുണ്ടായ കാരണം ഇതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഞാൻ പറയും ഓക്കെ, അപ്പോൾ ഈ കമ്പനി തകരാനുണ്ടായ കാരണം ഇത് തന്നെയാണ്, ദെർഫോർ ഞാൻ പറഞ്ഞ ഹൈപ്പോത്തിസിസ് ശരിയാണ് എന്നുള്ള രീതിയിലായിരിക്കും എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ചിൽ ചെയ്യുക. അതേസമയം ഹിസ്റ്റോറിക്കൽ റിസർച്ചിലാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് പ്രൂവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. ഓക്കെ, ഒരു സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഏതായിരിക്കും?
എക്സ്പോസ്ഡ് ഫാക്ടോയിൽ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല? കാരണം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ്. എക്സ്പെരിമെൻറ്റലിൽ എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാനൊരു കാര്യം എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്, എനിക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചു വെക്കാം. ഓക്കെ. അതേസമയം എക്സ്പോസ്ഡ് ഫാക്ടോയിൽ ഓൾറെഡി ആ കമ്പനി തകർന്നു കഴിഞ്ഞു. അപ്പോൾ എനിക്കിനി അതിനകത്ത് ഡേറ്റയിൽ ചേഞ്ചൊന്നും വരുത്താൻ പറ്റില്ല. കാരണം ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞൊരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ എനിക്ക് അതിനകത്ത് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ആ കാര്യം ആലോചിച്ചാൽ മതി. ഒരാളൊരു ചായ ഉണ്ടാക്കി, ആ ഉണ്ടാക്കി കഴിഞ്ഞ ചായയിൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ഒരാൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം എനിക്കപ്പോൾ എന്ത് ചെയ്യാം? അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ എനിക്ക് ആ ചായ നന്നാക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ. അപ്പോൾ അതാണ് എക്സ്പെരിമെൻ്റൽ ചെയ്യുന്നത്. ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് വേരിയബിളുകളൊക്കെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? മാനിപ്പുലേറ്റ് ചെയ്യാം, പോസിറ്റീവ്ലി നെഗറ്റീവ്ലി. ഓക്കെ. അതേസമയം എക്സ്പോസ്ഡ് ഫാക്ടോ എന്ന് പറയുമ്പോൾ ഒരു കാര്യം സംഭവിച്ച് കഴിഞ്ഞിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞതാണത്. അപ്പോൾ അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഞാനൊരു കാര്യത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞാനൊരു സംഭവം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു പ്രശ്നത്തിനെ പറ്റി പറയാം. ഞാനും എൻ്റെ സുഹൃത്തും തമ്മിലൊരു ഒരു വഴക്കുണ്ടായി. അപ്പോൾ ഞാനത് പറയുമ്പോൾ ഞാൻ എൻ്റെ സൈഡ് ക്ലിയർ ചെയ്തിട്ടായിരിക്കും സംസാരിക്കുന്നത്, അല്ലേ? അപ്പോൾ എനിക്കവിടെ മാനിപ്പുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് എപ്പോഴും സബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ അവിടെ മാനിപ്പുലേഷൻ സാധ്യമാണ് എന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ മാനിപ്പുലേഷൻ സാധ്യമല്ലാത്തൊരു റിസർച്ച് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എക്സ്പോസ്ഡ് ഫാക്ടോ റിസർച്ച് ആണ്. ഈ പറഞ്ഞ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണെങ്കിലും ഇവിടെയൊക്കെ മാനിപ്പുലേഷൻ എന്താണ്? പോസിബിൾ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. ഇനി ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് തന്നെ 2 തരമുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനലും ക്രോസ് സെക്ഷണലും. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറയുന്നത് ഒരേ ഇൻഡിവിജ്വലിനെ തന്നെ മൾട്ടിപ്പിൾ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഡേറ്റ കളക്ട് ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ എൻ്റെ 5 വയസ്സിലുള്ള ഹൈറ്റ്, എൻ്റെ 10 വയസ്സിലുള്ള ഹൈറ്റ്, എൻ്റെ 15 വയസ്സിലുള്ള ഹൈറ്റ്, എൻ്റെ 20 വയസ്സിലുള്ള ഹൈറ്റ്, ഇതിനെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ റിസർച്ചിനെ ഞാൻ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറയും. എൻ്റെ തന്നെ പല പല ഏജിലുള്ള ഹൈറ്റുകളാണ് കമ്പയർ ചെയ്തത്. അപ്പോൾ അതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ. ഓക്കെ. എന്നിട്ട് ഞാനതിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. അതാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലെ ലോഞ്ചിറ്റ്യൂഡിനലാണത്. ഓക്കെ. ഇനി ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത് പല ഇൻഡിവിജ്വലിൻ്റെ ഒരു പോയിൻറ്റിലെ കാര്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇപ്പം ഒരു 10 കുട്ടികളെ എടുത്തിട്ട് അവരുടെ 20ാമത്തെ വയസ്സിലെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് ക്രോസ് സെക്ഷണൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനലായിട്ടും ചെയ്യാം, ക്രോസ് സെക്ഷണലായിട്ടും ചെയ്യാം. ഓക്കെ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഈസ് എത്നോഗ്രഫിക് റിസർച്ച്. നമ്മളിപ്പോൾ ഒരു എത്തിനിസിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ആദിവാസി വിഭാഗത്തിനെ പറ്റിയിട്ടൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഫിനോമിനോളജിക്കൽ റിസർച്ച് പറഞ്ഞില്ലേ, അതുപോലെ ഈ ആദിവാസി ഊരിൽ പോയിട്ട് നമ്മൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കും, അവരുടെ കൂടെ താമസിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പഠനത്തിനെയാണ് എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എത്നോഗ്രഫിക് റിസർച്ചൊക്കെ എന്ത് തരം റിസർച്ച് ആയിരിക്കും? ക്വാളിറ്റേറ്റീവ് ആയിരിക്കും. കാരണം ഡേറ്റ നമ്പറിൻ്റെ രൂപത്തിലായിരിക്കില്ല. അതുപോലെ തന്നെ ഫിനോമിനോളജിക്കൽ റിസർച്ച് അതും എന്തായിരിക്കും? ഡേറ്റ വാക്കുകളുടെ രൂപത്തിലായിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് വാക്കുകളുടെ രൂപത്തിലായിരിക്കും. അതൊക്കെ എന്താണ്? ക്വാളിറ്റേറ്റീവാണ്. അതേസമയം എക്സ്പെരിമെൻ്റലൊക്കെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവാണ്. ഹിസ്റ്റോറിക്കൽ ക്വാളിറ്റേറ്റീവാണ്. അതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നല്ല റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഇതൊരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക, എന്നാലാണ് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു റിസർച്ച് നല്ലതാവണമെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ റിസർച്ച് റിലയബിൾ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം എന്തൊക്കെയാണ് ഒരു നല്ല റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം, എന്നിട്ട് അതിൻ്റെ സബ് ഡിവിഷൻസിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ. അപ്പോൾ ഒരു റിസർച്ച് നല്ലതാണെങ്കിൽ അത് റിലയബിൾ ആയിരിക്കണം. റിലയബിൾ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. വാലിഡ് ആയിരിക്കണം. സിസ്റ്റമാറ്റിക് ആയിരിക്കണം. റെപ്ലിക്കബിൾ ആയിരിക്കണം. അതിൻ്റെ റെപ്ലിക്ക ഉണ്ടാക്കാൻ പറ്റണം, അല്ലേ? സൈക്ലിക്കൽ ആയിരിക്കണം. സൈക്ലിക്കൽ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിൽ നിന്ന് തുടങ്ങി ഒരു സൊല്യൂഷനിൽ എൻഡ് ചെയ്യുന്നതായിരിക്കണം. എംപിരിക്കൽ ആയിരിക്കണം, അതായത് പ്രൂഫ് ഉള്ളതായിരിക്കണം. ജനറലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ക്രെഡിബിൾ ആയിരിക്കണം. അക്യുറേറ്റ് ആയിരിക്കണം. ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അതായത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കില്ല, ഒരു ഒബ്ജക്റ്റീവ് ആയിരിക്കണം. സബ്ജക്റ്റീവ് ആവാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇതിനൊന്നും സബ് ഡിവിഷൻസ് ഇല്ല. ഈ പറയുന്ന
ക്യാരക്ടറിസ്റ്റിക്സിനൊന്നും സബ് ഡിവിഷൻസ് ഇല്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഒബ്ജക്റ്റീവ്, അക്യുറസി, ക്രെഡിബിലിറ്റി, ജനറലൈസബിലിറ്റി, എംപിരിക്കൽ, സൈക്ലിക്കൽ, റെപ്ലിക്കബിൾ, സിസ്റ്റമാറ്റിക്. അപ്പോൾ ഇതൊന്നും എളുപ്പമാണല്ലോ, അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇനി റിലയബിലിറ്റിക്കും വാലിഡിറ്റിക്കുമാണ് സബ് ഡിവിഷൻസ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം റിലയബിലിറ്റി നോക്കാം. ഇപ്പോൾ റിലയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു റിസർച്ചിനെ എത്രത്തോളം റിലൈ ചെയ്യാൻ പറ്റും, എത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ റിലയബിലിറ്റി നമുക്ക് 3 രീതിയിലാണ് ഒരു റിസർച്ച് റിലയബിൾ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റിസർച്ച് റിലയബിൾ ആവണമെങ്കിൽ ഈ 3 എണ്ണം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഓവർ ടൈം ഓർ ടെസ്റ്റ് റീടെസ്റ്റ്, അതായത് ഞാനൊരു റിസർച്ച് ചെയ്തു, ആ റിസർച്ചിനെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തു, അപ്പോൾ അത് റിലയബിൾ ആവും. ഓക്കെ, കാരണം എന്താണ്, ഇപ്പം നമ്മൾ പൈസയൊക്കെ എണ്ണിയിട്ട് നമ്മൾ പറയില്ലേ, നീ ഒന്നുകൂടെ എണ്ണി നോക്കിയേ എന്ന് പറയും. അപ്പോൾ ഒരാളും കൂടെ എണ്ണി നോക്കുമ്പോൾ കറക്റ്റാണ്, അപ്പോൾ നമുക്ക് റിലയബിളായി. അപ്പോൾ അതാണ് റിലയബിലിറ്റി. ടെസ്റ്റ് റീടെസ്റ്റ്, നമ്മൾ ചെയ്തതിനെ ഒന്നും കൂടെ ചെയ്ത് നോക്കും, അതാണ്. അപ്പോൾ അത് റിലയബിൾ ആണെന്ന് മനസ്സിലാക്കാം. ഇനി ഇൻ്റർ റേറ്റർ എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ചെയ്തു, ഇനി നിങ്ങളോടും കൂടെ ചെയ്യാൻ പറയാം. ഇപ്പം ഞാൻ തന്നെ എണ്ണിയിട്ട് ഞാൻ തന്നെ ഒന്നുകൂടെ എണ്ണുവാണെങ്കിലാണത് ഐ എം സോ സോറി, ഞാൻ നേരത്തെ പറഞ്ഞത് ടെസ്റ്റ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു തവണ എണ്ണി, അതിന് ഞാൻ ഒന്നുകൂടെ എണ്ണി നോക്കുകയാണ്, അതാണ് ടെസ്റ്റ് റീടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ പൈസ എണ്ണി നോക്കി, അതിന് ഞാൻ നിങ്ങളോട് പറയാണ് ഒന്ന് എണ്ണി നോക്കൂ എന്ന് ചോദിക്കുകയാണ്, അതാണ് ഇൻ്റർ റേറ്റർ. ഓക്കെ, അപ്പോൾ ഇൻ്റർ റേറ്റർ, അപ്പോൾ ഞാൻ എണ്ണി നോക്കി 1000 രൂപയാണ്, നിങ്ങൾ എണ്ണി നോക്കി 1000 രൂപയാണ്, അപ്പോൾ നമുക്ക് റിലൈ ചെയ്യാം, അത് 1000 രൂപ തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, കോയിനുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 1000 1 രൂപ കോയിൻ ഉണ്ട്, ഞാൻ ആദ്യം ഒരു തവണ എണ്ണി നോക്കി 1000 രൂപ തന്നെ, ഞാൻ ഒന്നുകൂടി എണ്ണി നോക്കി, അപ്പോൾ എനിക്ക് ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി കിട്ടി. ഇനി ഞാൻ എണ്ണി നോക്കിയിട്ട് നിങ്ങളെ കൊണ്ട് എണ്ണി നോക്കിപ്പിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്കും 1000 തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അത് ഇൻ്റർ റേറ്റർ. ഇനി ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി ഓർ സ്പ്ലിറ്റ് ഹാഫ്, അതായത് എല്ലാ ഐറ്റംസും റിഫ്ലക്റ്റ് ദ സെയിം തിങ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ ഞാൻ ആ ചോറിൻ്റെ കാര്യം പറഞ്ഞ പോലെ, അതായത് ഞാൻ ചോറ് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു വറ്റ് പിടിച്ചു നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കുവാണ്, എല്ലാ വറ്റും ഇതുപോലെ തന്നെ വെന്തിട്ടുണ്ടാവും. അതായത് എനിക്ക് ഒരു പകുതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം എന്താണ്, ബാക്കി പകുതിയിലും അത് തന്നെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, എൻ്റെ റിസർച്ച് കറക്റ്റാണ് അല്ലേ. അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യ പകുതിയിൽ ചെയ്തത് രണ്ടാമത്തെ പകുതിയിൽ ചെയ്യുമ്പോഴും അത് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, എൻ്റെ റിസർച്ച് എന്താണ്, റിലയബിൾ ആണെന്നുള്ളതാണ് അല്ലേ. എല്ലാ പാർട്ടിലും അത് ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇൻറ്റേർണലി കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതായത് കൺസിസ്റ്റൻസി, അതായത് ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പം ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞാൻ ഒരു സൈഡിൽ എടുത്ത് നോക്കിയാൽ ഉള്ള അതേ ഉപ്പ് തന്നെ ആയിരിക്കും അപ്പുറത്തെ സൈഡിൽ എടുത്താലും, കാരണം അത് ഇൻറ്റേർണലി കൺസിസ്റ്റൻ്റ് ആണ് അല്ലേ. ഞാനത് എല്ലായിടത്തും ഒരുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റേർണലി എല്ലായിടത്തേക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏതൊരു സൈഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഒരേ ഉപ്പ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അതേസമയം ഞാൻ ഒരു സൈഡിൽ ഇട്ടിട്ട് അത് ഇളക്കിയില്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ഉപ്പ് കൂടുതലും മറ്റേ സൈഡിൽ നോക്കുമ്പോൾ ഉപ്പ് ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് ആ റിസർച്ചിന് എന്ത് ചെയ്യാം, ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓവർ ടൈം അല്ലെങ്കിൽ ടെസ്റ്റ് റീടെസ്റ്റ്, ഇൻ്റർ റേറ്റർ, ഇൻറ്റേർണൽ കൺസിസ്റ്റൻസി ഓർ സ്പ്ലിറ്റ് ഹാഫ്. ഇനി അടുത്തത് വാലിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ വാലിഡിറ്റി പലതരം വാലിഡിറ്റി ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊരു റിസർച്ച് ചെയ്യുമ്പോൾ ആ റിസർച്ച് ഞാൻ ചെയ്തത് എത്രത്തോളം കൃത്യമാണ് എന്നുള്ളതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു റിസർച്ച് ചെയ്യുവാണ്, ആ റിസർച്ച് എത്രത്തോളം കറക്റ്റാണ്, ഞാൻ ആ ചെയ്തത് എത്രത്തോളം കറക്റ്റാണ്, ഞാൻ ചെയ്ത ആ റിസർച്ച് കറക്റ്റാണെങ്കിൽ അതിന് എന്തുണ്ടെന്ന് പറയാം, ഇൻറ്റേർണൽ വാലിഡിറ്റി ഉണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി ഞാൻ ആ ചെയ്ത റിസർച്ച് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടെന്ന് പറയാം, എക്സ്റ്റേർണൽ വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി ഫേസ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു റിസർച്ച് ടൂള് എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് തന്നെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെന്തുണ്ടെന്ന് പറയാം, ഫേസ് വാലിഡിറ്റി ഉണ്ടെന്ന് പറയാം. അതായത് ഇപ്പം ഞാൻ മെഷർ ചെയ്യേണ്ടത്
ഒരു സംഭവത്തിൻ്റെ വെയിറ്റാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് തന്നെയാണ് മെഷർ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെന്തുണ്ട്, ഫേസ് വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊരു സാധനത്തിൻ്റെ വെയിറ്റ് തന്നെയാണ് മെഷർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ റിസർച്ചിന് ഫേസ് വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാം. അതേസമയം ഞാൻ വെയിറ്റ് മെഷർ ചെയ്യേണ്ടടുത്ത് ഹൈറ്റാണ് മെഷർ ചെയ്തതെങ്കിൽ അതിന് ഫേസ് വാലിഡിറ്റി ഇല്ല. ഞാൻ എന്താണോ മെഷർ ചെയ്യേണ്ടത് അത് തന്നെയാണ് മെഷർ ചെയ്തതെങ്കിൽ അതിന് ഫേസ് വാലിഡിറ്റി ഉണ്ട്. ഇനി കോണ്ടൻറ്റ് വാലിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഡിഗ്രിയിലാണ് ഞാൻ ആ മെഷർ ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടുള്ളത് എന്നതാണ് കോണ്ടൻറ്റ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രി ടു വിച്ച് എ മെഷർമെൻറ്റ് അക്യുറേറ്റ്ലി റെപ്രസെൻറ്റ് ദ കോണ്ടൻറ്റ്. ആ കോണ്ടൻറ്റ് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ടാണ് ഞാൻ മെഷർ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ കണക്കാണ് കോണ്ടൻറ്റ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതത്ര കാര്യമായിട്ട് നോക്കേണ്ടതില്ല. ഓക്കെ, എന്നാലും ജസ്റ്റ് ഞാനിത് ഒന്ന് പറഞ്ഞു പോകുന്നതാണ്, ഇൻ കേസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പാകത്തിന്. ഓക്കെ, അപ്പോൾ അതാണ് കോണ്ടൻറ്റ് വാലിഡിറ്റി. ഇനി കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത് ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് ആൻ ഇൻസ്ട്രുമെൻറ്റ് മെഷേഴ്സ് എ ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് കനോട്ട് ബി ഡയറക്ട്ലി ഒബ്സർവ്ഡ് ബട്ട് ഇറ്റ് അസ്യൂം ടു എക്സിസ്റ്റ്. അതായത് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ ഒരു ഇൻസ്ട്രുമെൻറ്റ് എത്ര നന്നായിട്ടാണ് മെഷർ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ വാലിഡിറ്റിയാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം, അതിന് എത്ര നന്നായിട്ടാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് മെഷർ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ വാലിഡിറ്റിയാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിനെ എത്ര നന്നായിട്ടാണ് മെഷർ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ കണക്കാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് വാലിഡിറ്റി ഉള്ളത്. ഇൻറ്റേർണൽ, എക്സ്റ്റേർണൽ, ഫേസ് വാലിഡിറ്റി എന്ന് ഫേസ് വാലിഡിറ്റി, കോണ്ടൻറ്റ് വാലിഡിറ്റി, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. ഓക്കെ, ഇനി അതിനകത്ത് ഇൻറ്റേർണൽ വാലിഡിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ റിസർച്ച്, ഞാൻ ചെയ്യുന്ന റിസർച്ചിനെ അഫക്റ്റ് ചെയ്യുന്ന, അതായത് ഇൻറ്റേർണൽ വാലിഡിറ്റി എന്ന് പറയുന്നത് എൻ്റെ റിസർച്ച് എത്രത്തോളം വാലിഡാണ് എന്നുള്ളതാണ് ഇൻറ്റേർണൽ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഹിസ്റ്ററി. ഓക്കെ, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാനൊരു റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ചില ഈവൻറ്റ്സ് അതിനിടയിൽ നടന്നിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ്. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹോർലിക്സ് കഴിച്ച കുട്ടികൾ ഹൈറ്റ് വെക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു റിസർച്ച് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എന്താണ്, പ്രീ ടെസ്റ്റ്, പോസ്റ്റ് ടെസ്റ്റ് കമ്പയർ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ 6 മാസത്തെ കാലയളവിലാണ് ഞാനിവരെ പഠിക്കുന്നത്. അപ്പോൾ ഞാനിവർക്ക് ഹോർലിക്സ് കൊടുക്കുന്നു. അപ്പോൾ അതിനു മുന്നേ ഞാൻ അവരുടെ ഹൈറ്റ് എല്ലാം മെഷർ ചെയ്യുന്നു. ഹോർലിക്സ് കൊടുത്തുകൊണ്ടിരുന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ ഹൈറ്റ് മെഷർ ചെയ്യുന്നു. അപ്പോൾ ഞാൻ പഠനം നടത്തുന്നത് ഹോർലിക്സ് കാരണമാണ് ഇവർ ഹൈറ്റ് വെച്ചതെന്നാണ് ഞാൻ വാദിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട് ഹിസ്റ്ററി എന്ന് പറയുന്നത്. അതായത് വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ്, അതായത് ഇപ്പോൾ ഈ കുട്ടി ഹോർലിക്സ് കഴിച്ചതുകൊണ്ട് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ കുട്ടി വേറെ എന്തെങ്കിലും കാര്യം, അതായത് ഇപ്പം കുട്ടി വേറെ എന്തെങ്കിലും ഭക്ഷണം എക്സ്ട്രാ കഴിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അത് കാരണമാണ് ആ കുട്ടിക്ക് ആ ഹൈറ്റ് വന്നതെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടാണ് ആ സംഭവം നടന്നിട്ടുള്ളത് എങ്കിൽ അത് ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കും. അതിനെയാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ 6 മാസ കാലയളവിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഹൈറ്റ് വന്നിട്ടുണ്ടാവാം. മേ ബി ഈ പറയുന്ന ഹോർലിക്സ് കഴിച്ചുകൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല. അപ്പോൾ അത് ശരിക്കും എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെയാണ് എന്ത് ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ്, ഹോർലിക്സ് കഴിച്ചതുകൊണ്ട് ഈ കുട്ടി ഹൈറ്റ് വന്നു എന്ന് ഞാൻ പറയുവാണ്. ആക്ച്വലി അതായിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അപ്പോൾ ഈ 6 മാസത്തിനിടയിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഹിസ്റ്ററി, ഈ 6 മാസത്തെ കാലയളവ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യത്തിനെ അഫക്റ്റ് ചെയ്യും, എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, അടുത്തൊരു ഇൻറ്റേർണൽ വാലിഡിറ്റീനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് മെച്ചുറേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ കുറേ കാലയളവിലേക്കാണ് ഒരാളെ പഠിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമായിരിക്കില്ല ഒരു 7-8 മാസം കഴിഞ്ഞിട്ട്. കാരണം നമ്മൾ കുറച്ചും കൂടെ മെച്ചുവേർഡായി അല്ലേ, അപ്പോൾ അതിനകത്ത് ചേഞ്ച് വന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കൊടുത്ത റിസൾട്ട് കൊണ്ട് മാത്രമായിരിക്കില്ല, ഈ കുട്ടി മെച്ചുവേർഡ് ആയതുകൊണ്ട് എന്തായിരിക്കും അതിനനുസരിച്ച് വ്യത്യാസം വന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ പ്യൂബർട്ടി വന്നു, അപ്പോൾ ആ പ്യൂബർട്ടിയുടെ ഭാഗമായിട്ട് കുട്ടി ഹൈറ്റ് വന്നതായിരിക്കാം. അപ്പോൾ അതൊക്കെ വ്യത്യാസം വരും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഹോർലിക്സ് കഴിച്ചുകൊണ്ടാണെന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷനാണ്.
നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ഇൻറ്റേർണൽ വാലിഡിറ്റി മാറും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പല ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ പല റിസൾട്ടായിരിക്കും എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതെൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കും. ഓക്കെ, അടുത്തത് ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു തവണ ടെസ്റ്റ് ചെയ്തു ഒരു കുട്ടീനെ, രണ്ടാമത്തെ തവണ വീണ്ടും ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ടെസ്റ്റിനെ ബാധിക്കാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ഫോം തന്നു, ഒരു ഗൂഗിൾ ഫോമിൽ 10 ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നിങ്ങളത് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റൈറ്റ് ആൻസർ അവിടെ കാണാനും പറ്റും അല്ലേ, കറക്റ്റ് ആയിട്ടുള്ളത് അവർ ടിക്കിട്ട് കാണിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതേ ടെസ്റ്റ് വീണ്ടും തരുമ്പോൾ ആദ്യം തന്നിട്ട് വീണ്ടും തരുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആക്കും അത്, കാരണം നിങ്ങൾ ഓൾറെഡി തെറ്റിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കത് അറിഞ്ഞിട്ടാണോ നിങ്ങൾ കറക്റ്റ് ചെയ്തത്? അല്ല, ഒരു തവണ നിങ്ങൾക്ക് തന്നതുകൊണ്ട് അതിൻ്റെ ആൻസർ ഇതാണെന്ന് മനസ്സിലായി, അതല്ലാതെ നിങ്ങൾ പഠിച്ചിട്ടല്ല. അപ്പോൾ ആദ്യത്തെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും തരുവാണെങ്കിൽ ഞാൻ ആദ്യത്തെ തവണ നിങ്ങൾക്ക് തന്നതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ 10 നിങ്ങൾ ശരിയാക്കും. അപ്പോൾ ഞാൻ പറയുവാണ്, ഇവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, 10ൽ 10 മാർക്കും കിട്ടിയില്ലേ? അല്ല, ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു തവണ തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ 10 ശരിയാക്കാൻ പറ്റിയത് അല്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ചിലർ അതിന് മുന്നേ തന്നെ 10ൽ 10 ശരിയാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഈ പറയുന്ന ടെസ്റ്റിംഗ് ഒരു തവണ കൊടുത്തത് വീണ്ടും ചെയ്യിപ്പിക്കുമ്പോൾ അത് റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് സെലക്ഷൻ ബയസാണ്. ഓക്കെ, അതായത് ഇപ്പം ഞാൻ ഈ ഹോർലിക്സിൻ്റെ കാര്യം പറയുവാണ്, ഹൈറ്റ് വരുന്ന കാര്യം. അതായത് ഇപ്പോൾ ഞാൻ എടുക്കുമ്പോൾ സെലക്ട് ചെയ്യുന്നത് ബയസ്ഡ് ആവാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരേ തരത്തിലുള്ള കുട്ടികളായിരിക്കണം ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ നല്ല ഹൈറ്റുള്ള പേരൻസിൻ്റെ കുട്ടികളെ സെലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ആ ജീനിൽ അല്ലെങ്കിൽ DNA അവർക്ക് ഒരു ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർ ഒരു 6 മാസം കൊണ്ട് അവർ നന്നായിട്ട് ഹൈറ്റ് വന്നേക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബയസ്ഡ് ആവാൻ പറ്റില്ല. ഒരേ തരത്തിലുള്ള സാമ്പിളുകളായിരിക്കണം നമ്മൾ പഠിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ടെസ്റ്റിന് ശേഷമുള്ള ഡിഫറൻസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹോർലിക്സ് കൊടുത്തുകൊണ്ടായിരിക്കണം എന്നില്ല. കാരണം അവർ ഓൾറെഡി ആ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ നന്നായിട്ട് അവരുടെ പേരൻസ് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവർ ഒരു 6 മാസം കൊണ്ടൊക്കെ നല്ല ഹൈറ്റ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി റിഗ്രഷൻ ടു ദ മീൻ. അതായത് നമ്മളിപ്പോൾ റിഗ്രഷൻ ടു ദ മീൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു തവണ when extreme scores on a measure tend to move closer to average upon retesting. അതായത് ഇപ്പോൾ നമ്മൾ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു തവണയും കൂടെ ചെയ്ത് നോക്കുമ്പോൾ മീൻ വാല്യൂയിലേക്ക് കൂടുതൽ റിഗ്രസ് ചെയ്ത് പോവുകയാണ് വാല്യൂ എങ്കിൽ അതും നമ്മുടെ ഇൻറ്റേർണൽ വാലിഡിറ്റിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു കാര്യം ഒരു തവണ ചെയ്തു, രണ്ടാമത് വീണ്ടും ചെയ്യുമ്പോൾ വാല്യൂ എല്ലാം കൂടുതൽ മീനിലേക്ക് ക്ലോസ് ആവുകയാണ്. അതായത് ആദ്യം കിട്ടിയ വാല്യൂവിനേക്കാളും അതായത് മീനിലേക്ക് ക്ലോസ് ആവുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ആദ്യം ഒരു സംഭവം മെഷർ ചെയ്തപ്പോൾ എനിക്ക് 15 കിട്ടിയത്, മീൻ വാല്യൂ 30 വിചാരിച്ചോ. രണ്ടാമത് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ 30 അല്ലെങ്കിൽ 28 പോവുകയാണെങ്കിൽ അതെൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ അതാണ് റിഗ്രഷൻ ടു ദ മീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും എന്താണ്, ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമ്മൾ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ആ ആവറേജിലേക്ക് കൂടുതൽ ക്ലോസ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, ഒരു തവണ കൊടുത്തത് വീണ്ടും കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് റിഗ്രഷൻ ടു ദ മീൻ എന്ന് പറയുന്നത്. ഇനി അട്രീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു 5 വർഷത്തേക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ 5 വർഷവും ഇപ്പോൾ നമ്മൾ 10 സാമ്പിളിനെ വെച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ 5 വർഷ കാലയളവിൽ ചിലപ്പോൾ 1-2 ആളുകളൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ ചിലർ മരിച്ചു പോവാം, അല്ലെങ്കിൽ ചിലർ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം മാറിപ്പോവാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അട്രീഷൻ എന്ന് പറയുന്നത് എണ്ണത്തിൽ കുറയുന്നതാണ്. അത് നമ്മുടെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കും. ഇപ്പോൾ ഞാൻ റിസർച്ച് തുടങ്ങുമ്പോൾ 60 പേരുണ്ടായിരുന്നെങ്കിൽ റിസർച്ച് അവസാനിക്കുമ്പോൾ 40 പേരായിട്ടൊക്കെ ചുരുങ്ങുമ്പോൾ എൻ്റെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇനി സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ചില സോഷ്യൽ പ്രഷർ കാരണം ടെസ്റ്റിലെ റിസൾട്ടിൽ വ്യത്യാസം വരാം. അതായത് ഇപ്പം ട്രീറ്റ്മെൻറ്റ് കാരണം ആവണമെന്നില്ല. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പം ഞാൻ പറയുവാണ്, നിങ്ങളൊരു പെർട്ടിക്കുലർ കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന എക്സാം ക്ലിയർ ചെയ്യും എന്ന് പറയുകയാണ്.
അപ്പം ഞാൻ നിങ്ങൾ കുറച്ച് പേരെ കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മാർക്ക് നോക്കി, കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ മാർക്ക് നോക്കി, എന്നിട്ട് ഞാൻ കമ്പയർ ചെയ്യുവാണ്. അപ്പോൾ ചിലപ്പോൾ ഈ കോച്ചിങ് സെൻറ്ററിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം എന്നില്ല, നിങ്ങൾ ഈ കോച്ചിങ് സെൻറ്ററിൽ പോയതുകൊണ്ട് മാത്രമാവണം എന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കോച്ചിങ് സെൻറ്ററിൽ പോയി പൈസ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ പൈസ കൊടുത്തുകൊണ്ട് നന്നായിട്ട് പഠിച്ചതാവാം. അല്ലാതെ ആ കോച്ചിങ് സെൻറ്ററിൻ്റെ ഇതുകൊണ്ട് മാത്രം ആയിരിക്കണം എന്നില്ല എല്ലാവരുടെയും കേസിൽ, അല്ലേ? ഇപ്പോൾ ചിലരുടെ കേസിൽ അവർക്ക് ഇത്രയും നാൾ എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയാത്ത കാരണം ഇപ്പോൾ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞപ്പോൾ എന്താണ് കറക്റ്റ് പഠിക്കേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർക്കത് പഠിക്കാൻ പറ്റി. ഇനി ചിലരുടെ കേസിൽ പൈസ കൊടുത്തതാണല്ലോ എന്നോർത്ത് അവർ നന്നായിട്ട് പഠിക്കും. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊരു പ്രഷറാണ്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ പ്രഷർ കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് അവർക്ക് പ്രഷർ ഉണ്ടാവും. അപ്പോൾ പൈസ കൊടുത്താണ് ഇത് പഠിക്കുന്നത്, അപ്പോൾ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ആ പ്രഷർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രഷർ കാരണമായിരിക്കും അവർക്ക് ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുക. അതല്ലാതെ ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ കോച്ചിങ് കൊണ്ടായിരിക്കണം എന്നില്ല. അപ്പോൾ അതും നമ്മുടെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ ബാധിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഈ കോച്ചിങ് കൊണ്ടാണെന്ന്. അങ്ങനെ ആവണമെന്നില്ല, ചിലപ്പോൾ അങ്ങനെ ആവാം, അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇൻറ്റേർണൽ വാലിഡിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തത് ലെവൽസ് ഓഫ് പ്ലേജറിസം ആണ്. ഓക്കെ, ഇപ്പോൾ പ്ലേജറിസത്തിന് ഡിഫറെൻറ്റ് ലെവലുകളാണ്. ലെവൽ 0 എന്ന് പറയുന്നത് 10% വരെ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അത് ലെവൽ 0യിലാണ് വരിക. ഇനി ലെവൽ 1 എന്ന് പറയുന്നത് 10നും 40നും ഇടയിലാണ് നമ്മൾ സിമിലാരിറ്റികൾ. പ്ലേജറിസം എന്ന് പറയുന്നത് നമ്മൾ കോപ്പി അടിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ നമ്മളൊരു റിസർച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം നമ്മൾ മറ്റ് പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ചിട്ടുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് പെനാൽറ്റി കിട്ടുന്നത്. ഇപ്പോൾ 10% സിമിലാരിറ്റിയൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് പെനാൽറ്റി ഒന്നുമില്ല, നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. 10% വരെയൊക്കെ സിമിലാരിറ്റി ആവാം. അത് ലെവൽ 0യിലാണ് നമ്മൾ പറയാം. ലെവൽ 1 എന്ന് പറയുന്നത് 10നും 40%നും ഇടയിലാണ് സിമിലാരിറ്റി ഉള്ളതെങ്കിൽ അത് ലെവൽ 1 ആണ് നമ്മൾ പറയാം. ഓക്കെ, അതിന് പെനാൽറ്റി ഉണ്ട്. നമ്മൾ ഒരു മാസത്തിനുള്ളിൽ 6 മാസത്തിൽ കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ്ഡ് സ്ക്രിപ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ലെവൽ 2 എന്ന് പറയുന്നത് 40%നും 60%നും ഇടയിലാണ് സിമിലാരിറ്റി എങ്കിൽ അത് ലെവൽ 2 പ്ലേജറിസം ആണ്. ഓക്കെ, ഇനി അത്രയും സിമിലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഒരു വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സ്ക്രിപ്റ്റ് റിവൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതായത് ഒരു വർഷത്തേക്ക് നമ്മുടെ ഡീബാർ ചെയ്യും. ഇനി ഒരു വർഷം കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ റിവൈസ് ചെയ്ത സ്ക്രിപ്റ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വർഷം നഷ്ടപ്പെടും. ഓക്കെ, അതാണ് അവിടുത്തെ പെനാൽറ്റി എന്ന് പറയുന്നത്. ഇനി ലെവൽ 3 എന്ന് പറയുന്നത് 60%ത്തിൽ കൂടുതൽ സിമിലാരിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടും. അതായത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റിസർച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലേജറിസം എന്ന് പറയുന്നത് വളരെ, അതായത് നമ്മൾ എപ്പോഴും റിസർച്ച് ചെയ്യുന്നത് എപ്പോഴും ഒതൻറ്റിക് ആയിരിക്കണം. അതായത് നമ്മുടെ ഓൺ വർക്ക് ആയിരിക്കണം. നമ്മൾ ഫുള്ളായിട്ട് കോപ്പി അടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യപ്പെടാം. അതാണ് ഈ പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ലെവൽസ് ഓഫ് പ്ലേജറിസം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് പ്ലേജറിസം ആണ്. ടൈപ്സ് ഓഫ് പ്ലേജറിസം ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം എന്താണ് പ്ലേജറിസത്തിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ തരം പ്ലേജറിസം ആണ് ഉള്ളതെന്ന്. ഇൻട്രാ കോർപ്പൽ എന്ന് പറയുന്നത് ഒരേ സബ്മിഷനിൽ തന്നെ കുട്ടി കോപ്പി അടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ റിസർച്ചിൽ ഒരേ സംഭവത്തിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ചാപ്റ്റർ 1 എഴുതിയ അതേ സാധനം തന്നെ ചാപ്റ്റർ 3 എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 2-3 പാരഗ്രാഫൊക്കെ അതേപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലേജറിസം ആയിട്ട് കണക്കാക്കും. അതാണ് ഇൻട്രാ കോർപ്പൽ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രാ കോർപ്പൽ എന്ന് പറയുന്നത് ഞാൻ വേറൊരു പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതും എന്താണ്, പ്ലേജറിസം ആയിട്ട് കണക്കാക്കും. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു തീസിസിൽ 1ാമത്തെ ചാപ്റ്ററിൽ ഞാൻ എഴുതിയിട്ടുള്ള കുറേ പാരഗ്രാഫുകൾ ഞാൻ 5ാമത്തെ ചാപ്റ്ററിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പ്ലേജറിസം ആയിട്ട് കണക്കാക്കും. അത് ഇൻട്രാ കോർപ്പൽ. എക്സ്ട്രാ കോർപ്പൽ എന്ന് പറയുന്നത് ഞാൻ മറ്റൊരു പുസ്തകത്തിൽ നിന്ന് കോപ്പി അടിച്ച് വെക്കുകയാണെങ്കിൽ അത് എക്സ്ട്രാ കോർപ്പൽ. ഇനി ഓട്ടോ പ്ലേജറിസം എന്ന് പറയുന്നത് ഞാൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആ പുസ്തകത്തിൽ നിന്ന് ഞാൻ സെൻറ്റൻസ് അതേപോലെ എൻ്റെ ഈ ഒരു റിസർച്ച് തീസിസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ എൻ്റെ തന്നെ പുസ്തകമല്ലേ, ഇത് എൻ്റെ തന്നെ റിസർച്ച് തീസിസാണ്, അപ്പോൾ എന്താ കുഴപ്പമെന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ പുസ്തകത്തിൽ നിന്ന് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അത് ഒന്നില്ലെങ്കിൽ അത് പാരഫ്രൈസ് ചെയ്യണം. ഓക്കെ, അടുത്തത് ഗ്ലോബൽ ആണ്.
ഗ്ലോബൽ എന്ന് പറയുന്നത് ഞാനൊരു പുസ്തകത്തിൽ നിന്ന് അങ്ങനെ തന്നെ കോപ്പി അടിച്ച് വെക്കുകയാണെങ്കിൽ അത് ഗ്ലോബലാണ്. ഇനി പാരഫ്രൈസിങ് പ്ലേജറിസം എന്ന് പറയുന്നത് ഞാൻ ഒരു ടെക്സ്റ്റ് ചുമ്മാ അങ്ങ് പാരഫ്രൈസ് ചെയ്ത് വെക്കുക. പാരഫ്രൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ഞാൻ ആ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ ഞാൻ അങ്ങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്, പ്ലേജറിസം തന്നെയാണ്. ഞാൻ എൻ്റെ വേർഡിലല്ലേ എഴുതിയതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ഞാൻ എൻ്റെ വാക്കുകളിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പ്ലേജറിസം ആവാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ അത് പാരഫ്രൈസിങ് പ്ലേജറിസം എന്നാണ് അതിനെ പറയാം. ഇനി വെർബാറ്റിം എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ് വെർബാറ്റിം എന്ന് പറയുന്നത്. പാരഫ്രൈസിങ് എന്താണ്? നമ്മൾ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ വാക്കിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാലും പ്ലേജറിസം തന്നെയാണത്. ഓക്കെ, ഇനി മൊസൈക്ക് അല്ലെങ്കിൽ പാച്ച് വർക്ക് പ്ലേജറിസം എന്ന് പറയുന്നത് ചില മിടുക്കന്മാരെന്ത് ചെയ്യും, പല പല പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് എഴുതി വെക്കും. അതാണ് മൊസൈക്ക് അല്ലെങ്കിൽ പാച്ച് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ പാച്ച് വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ പല പല പീസുകൾ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ മൊസൈക്കിലും അങ്ങനെ തന്നെ അല്ലേ, കുറേ ഗ്രെയിൻസ് അല്ലേ. അപ്പോൾ പല പല പുസ്തകത്തിൽ നിന്ന് നമ്മൾ എടുത്ത് എഴുതി വെക്കുന്നതിനെയാണ് മൊസൈക്ക് അല്ലെങ്കിൽ പാച്ച് വർക്ക് പ്ലേജറിസം എന്ന് പറയുന്നത്. അടുത്തത് ആക്സിഡൻ്റൽ പ്ലേജറിസം ആണ്. ആക്സിഡൻ്റൽ പ്ലേജറിസം എന്ന് പറയുന്നത് ഇതൊരാൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അയാളുടെ അടുത്ത് അറിയാതെ സംഭവിച്ചു പോകുന്ന പ്ലേജറിസം ആണ്. അതായത് അയാൾ വിട്ടുപോവുക, അതായത് ഇപ്പോൾ പാരഫ്രൈസ് ചെയ്യാൻ വിട്ടുപോവുക, അല്ലെങ്കിൽ ക്രെഡിറ്റ്സ് കൊടുക്കാൻ വിട്ടുപോവുക, സോഴ്സുകൾ സൈറ്റ് ചെയ്യാൻ വിട്ടുപോവുക, അങ്ങനെ മറന്നു പോയിട്ടുണ്ടാകുന്ന പ്ലേജറിസം ആണ്. പക്ഷേ അതും എന്ത് തന്നെയാണ്, പ്ലേജറിസം തന്നെയാണ്. നമ്മൾ അറിയാതെ ചെയ്തതുകൊണ്ട് അത് തെറ്റല്ലാതാവുന്നില്ല അല്ലേ. ഇപ്പോൾ ഞാൻ ഒരു സെൻറ്റൻസ് ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എഴുതി, പക്ഷേ ഞാനത് സൈറ്റ് ചെയ്യാൻ വിട്ടുപോയി, അതായത് ഇന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എത്രാമത്തെ പേജിൽ നിന്ന് എടുത്തതാണെന്ന് ഞാൻ സൈറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പ്ലേജറിസം ആയിട്ട് തന്നെയാണ് കണക്കാക്കുക. അത് ആക്സിഡൻ്റൽ പ്ലേജറിസം ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ഓക്കെ, ഇനി റിസർച്ചിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് എത്തിക്സ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഇൻഫോംഡ് കൺസെൻ്റ് ആണ്. അതായത് നമ്മളൊരു റിസർച്ചിൽ കുറച്ച് എത്തിക്സ് പാലിക്കണം. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരാളുടെ കൺസെൻറ്റ് എടുത്തിരിക്കണം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു റിസർച്ചൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അയാളോട് പെർമിഷൻ ചോദിക്കണം, അയാളുടെ കൺസെൻറ്റ് എടുക്കണം അല്ലേ, ഞാനിങ്ങനെ ചെയ്തോട്ടെ എന്ന് കൺസെൻറ്റ് എടുക്കണം. അതാണ് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡീബ്രീഫിങ്, അതായത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അയാളുടെ അടുത്ത് പറയണം. ഓക്കെ, എന്തുകൊണ്ടാണ് റിസർച്ച് ചെയ്യുന്നതിന് മുന്നേ പറയാത്തത്? ചില സമയത്ത് റിസർച്ചിന് മുന്നേ പറയാൻ പറ്റില്ല. അതായത് നമുക്ക് അയാളുടെ കറക്റ്റായിട്ടുള്ള സംഭവങ്ങൾ കിട്ടണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരാളുടെ കാൻഡിഡ് ഫോട്ടോ എടുക്കുകയാണ്, അപ്പോൾ അയാളോട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ കാൻഡിഡ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ കാൻഡിഡ് ആവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് അവരോട് പറയുന്നു, ദേ ഞാൻ നിങ്ങളുടെ ഒരു കാൻഡിഡ് എടുത്തിട്ടുണ്ട് എന്ന് അയാളോട് പറയാം. അപ്പോൾ അതാണ് ഡീബ്രീഫിംഗ് എന്ന് പറയുന്നത്. ഒരു റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അയാളുടെ അടുത്ത് പറയുകയാണ്. ഇനി ഡീഹോക്സിങ് എന്ന് പറയുന്നതും ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഡീഹോക്സിങ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരാളെ ഡിസീവ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരാൾക്ക് നമ്മളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശരിക്കും അയാൾക്ക് മെഡിസിൻ കൊടുക്കുകയാണ്, നമ്മൾ അയാളുടെ അടുത്ത് പറയുകയാണ്, ശരിക്കും അയാൾക്ക് മെഡിസിൻ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ അയാളെ ഡിസീവ് ചെയ്യുകയാണ്, അയാളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ നമ്മൾ അയാളുടെ അടുത്ത് അത് പറയാത്തത് നമുക്ക് ആ കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മെഡിസിൻ്റെ റിസൾട്ടിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ചില ആളുകൾക്ക് മെഡിസിൻ കഴിച്ചാലാണ് അസുഖം മാറുകയുള്ളൂ എന്നുള്ള ഒരു തോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുടെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് എന്നൊക്കെ ഒരു റിസർച്ചാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അയാളുടെ അടുത്ത് എന്ത് ചെയ്യുവാണ്, മെഡിസിനാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ചുമ്മാ ഷുഗർ ഇങ്ങനെ ഒരു ഗുളികയുടെ രൂപത്തിലാക്കിയിട്ട് അവർക്ക് എല്ലാ ദിവസവും കൊടുക്കണം. അപ്പോൾ അവർ വിചാരിക്കുന്ന ടാബ്ലറ്റാണ് കഴിക്കുന്നതെന്ന് വിചാരിച്ച് കഴിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ ആ ടാബ്ലറ്റാണ് കഴിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അവർക്ക് അവരുടെ അസുഖം മാറുന്നു. അപ്പോൾ നമ്മൾ പറയുകയാണ്, അത് ശരിക്കും ഞാൻ നിങ്ങൾക്ക് ടാബ്ലറ്റ് അല്ല തന്നത്, ഞാൻ നിങ്ങൾക്ക് വെറുതെ ഷുഗർ ഇതാക്കിയതാണ് തന്നത്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് പറയണം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ അയാളെ ഡിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് ദി റിസർച്ച് നമ്മൾ ആ ഡിസെപ്ഷൻ തുറന്ന് പറയുന്നതാണ് ഡീഹോക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീഹോക്സിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അയാളുടെ അടുത്ത് പറയണം, എന്തുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചത് എന്ന് പറയണം. അല്ലെങ്കിൽ ആ റിസർച്ച് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെടും. അതായത് നമ്മളങ്ങനെ പറ്റിച്ചു എന്നുള്ളൊരു സംഭവം വരും. അപ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതാണ് ഡീഹോക്സിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് പ്രൊട്ടക്ഷൻ ഓഫ് പാർട്ടിസിപ്പൻസ്. അതായത് നമ്മൾ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ആ പാർട്ടിസിപ്പൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ് അല്ലേ. നമ്മൾ ഇപ്പം അയാൾക്ക് ത്രെട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും, അയാൾക്ക് അപകടം ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ,
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസെപ്ഷനാണ്, ചതി അല്ലേ. അപ്പോൾ ചതി എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ ടാബ്ലറ്റ് കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ ചില സമയത്ത് നമുക്കങ്ങനെ നമ്മുടെ പാർട്ടിസിപ്പൻസിനെ ഡിസീവ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഡിസീവ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ് എന്ന് ഉറപ്പുള്ള സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഡിസെപ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇനി കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നമ്മുടെ റിസർച്ച് കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിച്ച് വെക്കണം. ഓക്കെ. അതായത് നമ്മൾ വെളിപ്പെടുത്താൻ പാടില്ല. ചില സമയത്ത് പേരുകൾ വെളിപ്പെടുത്താതെയൊക്കെ ചെയ്യേണ്ടി വരും. അത് അവരുടെ പ്രൈവസീനെ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, മാനിക്കണം. അപ്പോൾ അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റിസർച്ചിൻ്റെ എത്തിക്സിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ. ഇനി നമുക്ക് പ്ലേജിയറിസം ചെക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് സോഫ്റ്റ്വെയറുകളാണ്. ഓക്കെ. ടേണിറ്റിന്, ഊർക്കുണ്ട്, ഐഡൻറ്റിക്കേറ്റ്, ക്യൂ ടെക്സ്റ്റ്, ഇതൊക്കെ എന്താണ്, നമ്മൾ റിസർച്ചിൽ പ്ലേജിയറിസം ഉണ്ടോ എന്ന്. ഇപ്പോൾ നമ്മളൊരു റിസർച്ച് തീസിസ് നമ്മൾ എഴുതി. അപ്പോൾ ഇനി നമ്മൾ ഈ ചെയ്തതിൽ എന്തെങ്കിലും പ്ലേജിയറിസം ഉണ്ടോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സോഫ്റ്റ്വെയറിൽ നമ്മുടെ ഈ റിസർച്ച് തീസിസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും പ്ലേജിയറിസം ഉണ്ടോ എന്ന് കാണിച്ചു തരാം. അപ്പോൾ കറക്റ്റ് പെർസെൻറ്റേജ് ലെവലിൽ നമുക്കിത് കാണിച്ചു തരും ഈ സോഫ്റ്റ്വെയറുകൾ. ഓക്കെ. അപ്പോൾ അതാണ് പ്ലേജിയറിസം ചെക്കിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ റിസർച്ചിൽ ഉപയോഗിക്കുന്ന കുറച്ച് അബ്രീവിയേഷൻസ് ആണ്, പ്രത്യേകിച്ച് നമ്മൾ ഫുട് നോട്ടായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ചില അബ്രീവിയേഷൻസ് ആണ്. TR എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റഡ്, എറ്റ്സെക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ദി ഫോളോയിങ്, ഓപ്സിറ്റ് സെയിം ആസ് എബവ്, വിസ് നെയിംലി, റിവൈസ്ഡ്, ഐഡ് അല്ലെങ്കിൽ ഇടം, ദ സെയിം പേഴ്സൺ, ഇബിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെയിം സോഴ്സ്, പാസിം, ത്രൂ ഔട്ട്, എറ്റ് ഓൾ, ആൻഡ് അതേഴ്സ്, എക്സെട്ര എന്ന് പറയുന്നത് ജീവനില്ലാത്ത വസ്തുക്കൾക്കാണ്. ഇപ്പോൾ ബുക്ക്, ബാഗ്, എക്സെട്ര. വ്യക്തികളാണെങ്കിൽ എന്താണ്, നെഹ്റു, ഗാന്ധി, എറ്റ് ഓൾ എന്നാണ് പറയുക. നെഹ്റു, ഗാന്ധി, എക്സെട്ര എന്ന് പറയില്ല. അപ്പോൾ എറ്റ് ഓൾ. പിന്നെ CF എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ. അപ്പോൾ ഇത് നമ്മൾ റിസർച്ചിൽ ഉപയോഗിക്കുന്ന ചില അബ്രീവിയേഷൻസ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് റിസർച്ചിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. അതായത് റിസർച്ചിൽ നമ്മൾ ഇത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. ഓക്കെ. സോ ഐ ഹോപ്പ് ദി മാരത്തോൺ വാസ് യൂസ്ഫുൾ. സോ വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് മാരത്തോൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.